എക്സ്പീരിയൻസിലേക്ക് പോകേണ്ടതാണ്. ആ ഒരു വലിയ ബോധത്തോടുകൂടി കർത്താവിന് നമ്മളെ ഒന്ന് വിട്ടുകൊടുക്കാം. കർത്താവിൻ്റെ വലിയ സാന്നിധ്യത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് ഒന്ന് കണ്ണുകൾ അടയ്ക്കാം. Loving Heavenly Father, what a beautiful name you are, Jesus Christ. There is no one besides you. There is none other than you, Master. നിന്നെ പോലൊരു ദൈവമില്ല, നിന്നെ പോലൊരു സത്യത്തെ ഞങ്ങൾ കണ്ടിട്ടുമില്ല. ജീവിക്കുന്ന ദൈവമേ, നീ ആരെന്ന്, നീ എന്തെന്ന് വെളിപ്പെടുവാനുള്ള ഒരു വലിയ ദിവസമാക്കി ഇന്ന് ഞങ്ങളെ മാറ്റണമേ. ഞങ്ങളുടെ ആത്മീയ രഹസ്യങ്ങൾ കർത്താവെ നിന്നോട് ചേർന്നായിരിക്കുവാൻ കൃപ തരണമേ. പുതിയ കാര്യങ്ങൾ പഠിപ്പിക്കണമേ, ആത്മാവിൽ ഉണർത്തണമേ. ഞങ്ങളുടെ മേൽ ദൈവസാന്നിധ്യവും കൃപയും അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിക്കുന്ന ദൈവത്തിൻ്റെ കൃപയാൽ തന്നെ. ആമേൻ. ഇന്ന് പറഞ്ഞേ ആമേൻ. നല്ലപോലെ ഒരു ഹല്ലേലൂയ പറഞ്ഞേ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നോ? കണ്ടിട്ട് ആകെ ക്ഷീണമാണെന്ന് തോന്നുന്നു. ഹല്ലേലൂയ, ഒരു ഹല്ലേലൂയ പറഞ്ഞേ. നോർമലി ഈ ക്രൗഡ് എങ്ങനെ ഒരു ഫയർ ഇങ്ങനെ കത്തുന്നത് പോലെയാണ് അത്, എന്താ പറയുന്നത്, ലീഡ് ചെയ്യുന്ന വ്യക്തിയിലും ആ ഫയർ എത്തുകയും അതിങ്ങനെ സ്പ്രെഡാകുവാൻ അവസരമുണ്ടാകുകയും ചെയ്യുക. അപ്പോൾ ആ ഒരു വലിയ ബോധത്തോടു കൂടി വേണം നമ്മൾ മുന്നോട്ട് പോകുവാനും കൃപ ചൊരിയുവാനും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ പറഞ്ഞേ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഈ തൂത്തൂട്ടി ധ്യാന കേന്ദ്രത്തിൻ്റെ അടുത്ത് അവിടെ ഒരു കത്തോലിക്ക പള്ളിയുണ്ട്. വലിയൊരു പള്ളിയാണ്. അപ്പോൾ പള്ളിയിൽ ഒരു 1.5 വർഷം മുമ്പ് ധ്യാനം നടക്കുകയാണ്. 3 ദിവസത്തെ കൺവെൻഷൻ. അങ്ങനെ കൺവെൻഷന് ചെന്നു. ഞങ്ങളാ ധ്യാനത്തിൻ്റെ എല്ലാ ഒരുക്കവും ഭയങ്കരമായ പ്രിപ്പറേഷനും ഒക്കെ ആയിരുന്നു. പക്ഷേ ദ ഡേ ഫസ്റ്റ് ഓൺവേർഡ്സ് ഈവനിങ് ആകുമ്പം ഹെവി റെയിൻ. അത് നാട്ടിലെ മഴ, ഇടിവെട്ട്, ഭയങ്കര മഴ. പള്ളിക്കകത്തു നിന്ന് കുർബാന കഴിഞ്ഞ് ഓപ്പൺ എയറിലാണ് പ്രോഗ്രാം. നിങ്ങൾക്കറിയാം, ഞാൻ ഏറ്റവും അയർക്കുന്നത്തോട് അടുക്കുമ്പം കിടങ്ങൂരിൽ ഇങ്ങനെ കയറുന്ന ആ ഒരു ഇറക്കം ഇറങ്ങുമ്പം അയർക്കുന്ന തൊട്ട് മുമ്പായിട്ടൊരു വലിയ പള്ളിയാണ്. മുകളിലിരിക്കുന്ന സ്റ്റെപ്പ് കെട്ടി ഉള്ളൊരു വലിയൊരു പള്ളി. അവിടുത്തെ ഓടിച്ചു. അവിടെ ഇങ്ങനെ ഓപ്പൺ എയറിലായിരുന്നു പ്രോഗ്രാം. ഏതായാലും അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞു. ഞങ്ങൾ വിചാരിച്ച് 2-ാം ദിവസം ആകുമ്പോൾ ദൈവവചനം പറയാമെന്ന്. ക്രൗഡെന്ന് പറഞ്ഞാൽ വലിയ ക്രൗഡ്. പള്ളിയിൽ നിന്ന് കുർബാന കഴിയണം. പ്രൊസീജിയർ ഇതാണ്. അവർ നടക്കണം, അപ്പുറത്തെ സ്റ്റേജിൻ്റെ ഓപ്പൺ സ്റ്റേജിലേക്ക് വരണം. പ്രീച്ച് ചെയ്യുന്ന ഞങ്ങൾക്ക് മാത്രം ഒരു സ്റ്റേജ് അവിടെ കെട്ടിയിട്ടുണ്ട്. അങ്ങനെ 2-ാമത്തെ ദിവസം ഞങ്ങൾ നോക്കിയിരുന്നു, പ്രീച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെയും പള്ളിയിലേക്ക് മാറ്റേണ്ടി വന്നു. ഇടിവെട്ട്, മഴ. അന്നും പ്രോഗ്രാം ആകെ കൊളം. 3-ാമത്തെ ദിവസമായി. അങ്ങനെ ഓരോ ദിവസവും ഓരോരുത്തർക്കാണ് പ്രോഗ്രാം കൊടുത്തിരുന്നത്. അങ്ങനെ 3rd ഡേ ഞങ്ങൾ ഇതുപോലെ തന്നെ വീണ്ടും ചെന്നു. അന്ന് പ്രീച്ച് ചെയ്യേണ്ടത് ഞാനാണ്. ആകെ വിഷമമായി. അതേ സമയം കുർബാന കഴിയുന്ന, ആ കുർബാന കൊടുക്കുന്ന സമയത്തോടു കൂടി തന്നെ ഇടിവെട്ടായി, മഴയായി. പള്ളിയിൽ നിന്ന് ആളുകൾ ഇറങ്ങുന്നില്ല. സദൈവ സെയിം തന്നെ ഇൻസിഡൻ്റ് ആണ്, റിപ്പീറ്റഡ്. സോ അതുകൊണ്ട് പോകണ്ട എന്ന് തീരുമാനിച്ച ആളുകൾ അവിടെ. പക്ഷെ ഞങ്ങൾക്ക് സ്റ്റേജിലേക്ക് പോകണം. അതുകൊണ്ട് ഞങ്ങൾ തന്നെ കിട്ടിയ കുടയും കുറച്ച് മഴയൊക്കെ ആയിട്ട് ഞങ്ങൾ സ്റ്റേജിലെത്തി. പ്രൈസ് ആൻഡ് വർഷിപ്പ് തുടങ്ങി. പക്ഷെ ആളുകൾ ആരും വരുന്നില്ല. ദൂരെ പള്ളിയിൽ നിറയെ ആളുകൾ. ഞങ്ങൾ ഇങ്ങനെ സ്റ്റേജിൽ ഓപ്പൺ എയറിൽ ഈ മഴ വീണ് കുതിർന്നു കണ്ടിരിക്കുന്ന കസേരകൾ. എൻ്റെ ലൈഫിൻ്റെ ടേണിംഗ് പോയിന്റ് നടന്ന ഒരു റിസ്കി ഡിസിഷനിലേക്ക് പോകേണ്ടി വന്നു. വിജയിച്ചില്ലായിരുന്നുവെങ്കിൽ ചിലപ്പോൾ ഒരു ദൈവദാസൻ ഇല്ലാതായേനെ. എന്തായാലും ഈ ഒരു പ്രൈസ് ആൻഡ് വർഷിപ്പിൻ്റെ സമയത്ത് എൻ്റെ ഉള്ളിലൊരു ചോദ്യമുണ്ടായി. നമ്മൾ പ്രാർത്ഥിക്കുന്നു, വിളിക്കുന്നു ഒക്കെ ഉണ്ട്. എങ്കിലും ഈ വിളിക്കുന്ന ദൈവം ഒരു റിയൽ ഗോഡല്ലേ? അപ്പം ദൈവമാണ് ക്രിയേറ്റഡ്, എല്ലാം ക്രിയേറ്റ് ചെയ്തത് എങ്കിൽ ദൈവത്തിന് കൈവെക്കാനാവാത്തതൊന്നുമില്ലല്ലോ. അങ്ങനെ ഞാൻ ഈ ഒരു പ്രാർത്ഥനയുടെ സമയത്ത് അറിയാതെ സ്റ്റേജിൽ മുട്ടുകുത്തി. എൻ്റെ കയ്യിൽ ഇങ്ങനെ ഈ കോർഡ്ലെസ് മൈക്കാണ്. അതിലൂടെ ഞാനിങ്ങനെ ജനത്തെ അറിയാതെ ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് വിളിച്ചു, ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ അല്പം മഴയാണെങ്കിലും നടന്ന് ഈ സ്റ്റേജിലേക്ക് വരിക. കസേരകൾ നനഞ്ഞാലും നിങ്ങൾ നനഞ്ഞാലും അത് വിഷയമല്ല, ദൈവം നമ്മളെ തൊടും. അങ്ങനെ 1-2 പേരും 3-4 പേരും ഒക്കെ വന്നു. പറയാതെ ഞാൻ കുറച്ച് സമയം ഇങ്ങനെ കാറി പറഞ്ഞു. അവരാരും വന്നില്ല.
ആ സമയത്ത് അവസാനത്തെ വാക്ക് ഇങ്ങനെയായിരുന്നു: ദൈവം ഒരു അത്ഭുതം ചെയ്യാൻ തയ്യാറാണ്, ഈ പ്രകൃതിയെ പോലും കൺട്രോൾ ചെയ്യുവാൻ തയ്യാറാണ് എന്നൊരു വാക്ക് അവിടെ ഡിക്ലെയർ ചെയ്യേണ്ടി വന്നു. ഒരു അത്ഭുതം ചെയ്യുമെന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ പള്ളിയിൽ മൈക്കുണ്ട്, അതെല്ലാം കേൾക്കാൻ പറ്റും. അവർ പെട്ടെന്ന് തന്നെ ഒന്ന് കുലുങ്ങാൻ തുടങ്ങി. എന്തോ സംഭവിക്കുന്നു എന്നറിഞ്ഞ് അവർ പെട്ടെന്ന് തന്നെ കുറച്ച് പേരൊക്കെ ഇറങ്ങി. കുറച്ച് പേര് കിട്ടിയ അതും ഇതൊക്കെ ആയിട്ട് ഈ നനഞ്ഞായാലും നമുക്ക് ഈ പ്രോഗ്രാം കൂടാമെന്ന് പറഞ്ഞ് കുറച്ച് പേര് നടന്നു. ഈ സമയം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, സ്റ്റേജിൽ നിന്ന് എഴുന്നേൽക്കുവാനുള്ള ഒരു ദൈവീകമായ ഒരു പ്രവചനം. ഞാൻ പയ്യെ എഴുന്നേറ്റു, സ്റ്റെപ്പ് ഇറങ്ങി നടന്നു. പിന്നെ മുറ്റത്തേക്ക് ഇങ്ങനെ ഈ വെള്ളം മഴ പെയ്യുന്ന സ്ഥലത്തേക്ക് പോയപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ മൈക്ക് മുഴുവൻ വെള്ളം കയറിയാൽ അത് ഓഫാകും. ഇപ്പം എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഞാൻ നിൽക്കുമ്പം എൻ്റെ താടിക്ക് താഴെ മൈക്ക് പിടിച്ചു. ഞാൻ നനയാൻ തുടങ്ങി. ഞാൻ ആ നിറഞ്ഞ ചള്ള ഉള്ള ഭൂമിയിൽ മുട്ടുകുത്തി ഇരുകരങ്ങളും ഇങ്ങനെ ഉയർത്തി. ഒറ്റ വാക്കായിരുന്നു: ഈശോയേ, യേശുവേ, നിനക്ക് തൊടാൻ. നീയാണ് സൃഷ്ടാവ്, മഴയെയും കാറ്റിനെയും നീയാണ് സൃഷ്ടിച്ചത്. വീഡിയോസ് ഉണ്ട്, ആളുകളെല്ലാം കവറപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ചില ചാനൽസോ ചെറിയ മീഡിയ സോങ്ങൊക്കെ കവറപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാനതൊന്നും ഓർത്തുള്ള എൻ്റെ ടെസ്റ്റ് മണിയായിട്ട് ഞാനിങ്ങനെ കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പീറ്റ്സും വലിയൊരു ഗ്രൂപ്പും സ്റ്റേജിൽ നിന്ന് സൃഷ്ടാവിനെ ഓർത്ത് പാടുന്ന വെള്ളത്തിൻ്റെ മീതിൽ ഇതുപോലുള്ള വലിയ സംഗീതങ്ങൾ അവിടെ ഒഴുകിക്കൊണ്ടിരുന്നു. ഏതായാലും ദൈവത്തിന് പ്രിയപ്പെട്ട അനമേ, ആകാശത്തെ കൈ ഉയർത്തി ഞങ്ങളിങ്ങനെ, യേശുവേ, നിന്റെ നാമത്തിൽ ഈ ഭൂമി, ഈ വെള്ളം, മഴ ശാന്തമാകട്ടെ എന്ന് പറയുകയും മഴ പെട്ടെന്ന് തന്നെ സ്റ്റോപ്പായി. പിൻ ഡ്രോപ്പ് സൈലൻ്റായി. ആളുകൾ പള്ളിയിൽ നിന്ന് ഓടി വന്നു. അവിടെ മുഴുവൻ നിറഞ്ഞു. പിന്നെ ഞങ്ങൾ പ്രൈസ് ആൻഡ് വർഷിപ്പ് ചെയ്ത് അന്നത്തെ ദൈവവചന പ്രഘോഷണം വരെ കംപ്ലീറ്റ്ലി തീർത്തിട്ടാണ് ഇറങ്ങിയത്. യൂട്യൂബിൽ നിങ്ങൾക്ക് അടിച്ചാൽ കാണാൻ പറ്റും. ഒരു വലിയ മിറക്കിൾ തന്നെ. ആർക്കൊന്നും കൺവെൻഷൻ അടിച്ചാൽ മതി, അത്രമാത്രം ദൈവം സ്പർശിച്ചു. ഞാൻ ഈ ഒരു സംഭവം പറയുവാൻ കാരണം, മാത്തമാറ്റിക്സിൽ ഒരു ഫോർമുല ഉണ്ട്, A+B ഓൾ സ്ക്വയർഡ് എന്ന് വെച്ചാൽ A² + 2AB + B². ഈ ഫോർമുല ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇത് ഞാൻ പഠിച്ചു എന്നതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഒരു പ്രോബ്ലം വരുമ്പോൾ ഈ ഫോർമുല വർക്ക് ചെയ്യത്തില്ല. വർക്ക് ചെയ്യണമെങ്കിൽ എ എന്താണെന്നും അതിൻ്റെ വാല്യൂ എന്താണെന്നും ബി എന്താണെന്നും ബിയുടെ വാല്യൂ എന്തെന്നും ഞാൻ മനസ്സിലാക്കി A+B ഓൾ സ്ക്വയർഡ് വെച്ചിട്ട് A² എന്നുള്ളതിൻ്റെ അടുത്ത് എയുടെ വാല്യൂ കൊടുത്ത് സ്ക്വയർഡ് ഇട്ട് 2 കൊടുത്തിട്ട് എയ്ക്ക് വീണ്ടും വാല്യൂ കൊടുത്ത് ബിയുടെ വാല്യൂ കണ്ടെത്തി അവിടെയും വാല്യൂ വിട്ട് B² വിട്ടാൽ മാത്രമേ അതിനെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഒരു 99% എടുത്തു. നിങ്ങൾക്കറിയാമല്ലോ, ഇന്ത്യയുടെ മൊത്തം ജനസംഖ്യ എന്ന് പറയുന്ന ഓൾമോസ്റ്റ് എത്രയാണ്? 1.3 ബില്യൺ എന്ന് വെച്ചാൽ 130 കോടിയാണോ? എത്ര കാണും? അതിൻ്റെ 2% ഉള്ളൂ ക്രിസ്ത്യൻസ് എന്ന് പറയുക. 1.7 ഉള്ളൂ. 2 ഇട്ട് കൂട്ടിക്കോ. അപ്പോൾ എത്ര പേരുണ്ട്? 2.5 കോടി ജനമേ ഉള്ളൂ മൊത്തം നോക്കിയ. ക്രിസ്ത്യൻസ് എന്ന് പറഞ്ഞാൽ 3 കോടിക്ക് താഴെ. ബാക്കിയുള്ള ഈ 130 കോടിയിൽ 3 പോയാൽ എത്ര മിച്ചമുണ്ട് അവിടെ? 127 കോടി ദൈവം ആരെന്നോ ദൈവം എന്തെന്നോ അറിയാതെ വിഷമിക്കുക. അറിയുന്ന 3 കോടി തന്നെ ദൈവം എന്തെന്ന് ചൊവ്വേന്നേരെ അറിയത്തില്ല. നിങ്ങൾ കല്ലെറിഞ്ഞാലും കൊള്ളാം, ഇല്ലേലും കൊള്ളാം. എൻ്റെ ഒരു അനുഭവം കൊണ്ട് പറയാം, ഈ റിട്രീറ്റും ഇങ്ങനെയൊക്കെ കടന്നു പോകത്തേ ഉള്ളൂ. വീണ്ടും നമ്മൾ കുഞ്ഞിനെ സൃഷ്ടിക്കും, വളർത്തും, ജീവിക്കും. അനുഭവം കൊണ്ട് പറയുകയാണ്, ഇതിനൊരു മാറ്റം വരുത്തണമെങ്കിൽ ദൈവം ആരെന്ന് തൊട്ടറിയണം. എന്തും എടുത്തു. കുമ്പസാരം നമ്മുടെ ഒരു പാപം ഒന്നേച്ചു പറഞ്ഞ് വീണ്ടും എവിടെയോ ഒരു കുർബാന സ്വീകരിക്കാൻ വീണ്ടും അതേ കുമ്പസാരം തന്നെ. മദ്യപിക്കുന്ന ആള് നോയമ്പിൻ്റെ കഷ്ടാനുഭവ കാലഘട്ടങ്ങളിൽ കുടിക്കാതിരിക്കുന്നു, കുടി കഴിയുന്നു. ഈസ്റ്റർ ദിവസം യേശു ക്രിസ്തുവിനോട് തുല്യമായി തന്നെ ആ വ്യക്തിയും ഉയർത്തെഴുന്നേറ്റ് നിൽക്കും.
തുണിയേ കാണത്തില്ല. 50 ദിവസം കുടിച്ചിട്ടുമില്ല. മൊത്തം നോക്കിയാൽ എല്ലാം ഒരു കളിപ്പീരിൻ്റെ ലോകം. കേരളത്തിലെ വലിയ ബ്ലേഡ് ബാങ്കിൻ്റെ പേര് ഡിവൈൻ ബാങ്കേഴ്സ് എന്നാണ്. ഏറ്റവും നല്ല ഈ കഴിഞ്ഞ നാളിൽ ഗവൺമെൻറ് പിടിച്ച സ്പിരിറ്റ് ലോറിയുടെ പേര് ജീസസ് എന്നായിരുന്നു. പാലാ കണ്ട ഏറ്റവും വലിയ ബാറിൻ്റെ പേര് സെൻറ് മേരി എന്നാണ്, മരിയ ബാറാണ്. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നതൊന്നുമല്ല. നമ്മുടെ ജീവിതത്തിൻ്റെ വെള്ളയടിച്ച കുഴിമാടമായുള്ള ഒരു യാത്ര ദൈവം തിരിച്ചറിയുന്നു എന്ന് നല്ലതാണ്. ഒരു ദിവസം പത്രോസ് ഇങ്ങനെ നടന്നു വന്നിട്ട് യേശുവിൻ്റെ മുന്നിൽ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. എന്നാ ചോദിച്ചേ? നീ ഇങ്ങനെ ഇരുന്നു, നമുക്ക് ടാക്സ് കൊടുക്കണ്ടേ? എന്ത് കൊടുക്കണ്ടേ? ടാക്സ് കൊടുക്കണം. ഉടനെ യേശു എന്താണ് മറുപടി പറഞ്ഞത്? എന്ത് പറഞ്ഞു? കടല് ആണോ? ഗലീലിയ അവിടെ ഒരു തടാകമാണ്, അത് ഒരു കടൽ പോലെ. ഓക്കെ, അവിടെ അങ്ങനെയാണ് എല്ലാം. അവിടെ പോയി എന്ത് ചെയ്യണം? ചൂണ്ടയിടണം. ചൂണ്ടയിടുമ്പോൾ എന്ത് കിട്ടും? ഒരു മത്സ്യം. മത്സ്യത്തിനുള്ളിൽ എന്ത് കാണും? എന്ത് കാണും? അത് മലയാളികളാ. ഇവിടെ നിങ്ങൾക്ക് കോയിനാണോ കിട്ടുക? ഓരോ രാജ്യത്തിനും അതിൻ്റെതായ പ്രത്യേകതകൾ, കോയിൻസ് ഉണ്ട്. 1 ദിനാറ് കിട്ടുമെന്നാണ് അവർ പറയുക. സൗദിയിലെ ദിനാറ പോലെ, ഗൾഫിലെ ദിനാറ പോലെ. അത് പലസ്തീൻ, ആ ഒരു ഫാറിസ്. നമ്മളിതിൻ്റെ ഹിസ്റ്ററി അറിഞ്ഞെങ്കിൽ മാത്രമേ ഈ ദൈവവുമായിട്ട് അടുക്കാൻ പറ്റുള്ളൂ. കാരണം എത്ര റിയാലിറ്റി ആയിരുന്നു എന്ന്. ആ ദിനാറ കിട്ടിയെടുത്ത് ടാക്സ് കൊടുക്കാനാണ് പറഞ്ഞത്. ഹല്ലേലൂയ. ലോകമെടുത്താൽ എത്ര ശതമാനമാണ് കര? 1/3 കരയും 2/3 വെള്ളവുമാണ്. ഉറപ്പാണ്, സത്യമാണ്. നമ്മുടെ ജീവിതം എടുത്താൽ നമ്മുടെ ശരീരത്തിൽ എത്ര % വെള്ളം കാണും? ഓൾമോസ്റ്റ് ഇത് തന്നെയാണ്. 1/3 തന്നെ വെച്ച് കൂട്ടിക്കൂ. ഈ ശരീരം അധികമൊന്നുമില്ല, വെള്ളം വാട്ടർ കണ്ടന്റ് ആണ് മോർ. പ്രൈസ് ദി ലോർഡ്. അതായത് ദൈവം ഒരു വാട്ടർ കൾച്ചറാണ് ഡെവലപ്പ് ചെയ്യുക. വേൾഡിൻ്റെ എല്ലാ സംസ്കാരം എടുത്താലും നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്, നദീതട സംസ്കാരമാണ് അല്ലേ? ഇന്ത്യ എടുത്താൽ സിന്ധു, ഗംഗ, യമുന, ബ്രഹ്മപുത്ര ഇങ്ങനെ വരുന്ന ചില പ്രത്യേക നദികളാണുള്ളത്. വേൾഡിലെ ഏറ്റവും ലാർജസ്റ്റ് റിവർ എന്ന് പറയുക നൈലാണ്. ഈജിപ്തിലാണ് നൈല്. ലോകത്തിലെ നമ്പർ 1 കൺട്രി എന്ന് പറയുക ഈജിപ്ത് ആയിരുന്നു. അതുകൊണ്ടാണ് നമ്മുടെ പൂർവ്വപിതാക്കന്മാർ അവിടെ അടിമത്തത്തിലേക്ക് പോയത്. അമേരിക്ക പോലെ. ഇംഗ്ലണ്ടിലുണ്ട് തേംസ്. ഇവിടെ ഏതാ? ലിപ്പി. ഓരോ നദിയും ഇതെല്ലാം ടൗണിന് നടുവിലൂടെയാണ് ഒഴുകുക. ഓസ്ട്രേലിയയിലെ യാര. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട, ഞാൻ ഈ പറയുന്നതൊന്നും ഒരു ഹിസ്റ്ററി ആയിട്ട് ബന്ധപ്പെട്ട് മാത്രം പറയുന്നതല്ല. ഈ ലോകത്ത് നടക്കുന്നത് മുഴുവൻ സ്വർഗീയമായ ചിലതിൻ്റെ റിഫ്ലക്ഷനാണ്. ഇനി തിരിച്ചറിയുക, ജോബിളിന് ഒരു സംസ്കാരം ഉണ്ടാകണം. എന്ത് തരം സംസ്കാരം ഉണ്ടാകണം? നദീതട സംസ്കാരം ഉണ്ടാകണം. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട, വെള്ളം എന്ന് പറയുക ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകമാണ്. അതിനോട് ചേർന്ന് വളരുന്ന ഏറ്റവും ഇഷ്ടപ്പെട്ട വചനം ഇന്നലെ പറഞ്ഞു, സങ്കീർത്തനം 1:1. എന്താ പറഞ്ഞേ? നിങ്ങൾ ചുമ്മാ ഒന്ന് എടുത്തു ആ വചനം. സാംസ് ചാപ്റ്റർ 1, സങ്കീർത്തനം 1, സാംസ് 1. ദുഷ്ടന്മാരുടെ ഉപദേശം സ്വീകരിക്കാത്തവൻ, പാപികളുടെ വഴിയെ സഞ്ചരിക്കാത്തവൻ, പീഠങ്ങളിൽ ഇരിക്കാത്തവൻ ഭാഗ്യവാൻ. അടുത്ത കേട്ടോണേ, അടുത്ത ലൈൻ കേട്ടോണം, വായിച്ചോ. കർത്താവിലല്ല കേട്ടോ, കർത്താവിൻ്റെ നിയമം. അതെന്നതാ?
അതായത് കയ്യിലിരിക്കുന്ന സാധനം. ഹല്ലേലൂയ. ഇനി അടുത്ത വാക്ക് വായിച്ചോ. എപ്പോഴാണ് ധ്യാനിക്കുന്നത് അതിനെക്കുറിച്ച്? എന്ന് വെച്ചാൽ സമയമില്ല, ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നു. അടുത്ത ലൈൻ. ആ അവന്റെ പ്രത്യേകത എന്ന് പറയുക നദീതട സംസ്കാരം. അവൻ എവിടെയാ നടുന്നേ? നീർച്ചാലിന് അരികിൽ നട്ട മരമായിരിക്കും. അതിന്റെ പ്രത്യേകത എന്നതായിരിക്കും? എപ്പോഴും ഫലം തരും. 24 hours ആണ്. ഓൾ സീസൺസ്. എപ്പോഴും ഏത് സീസൺ വന്നാലും ഫലം തരും. ഒരിക്കലും ഇല കൊഴിയത്തില്ല. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? സീസൺസ് ഇതില്ല. ഈ ഗ്രീഷ്മം കാലം എന്നൊക്കെ പറഞ്ഞില്ല, ഫോളും വിന്ററും ഒന്നും അവിടെ ഇല്ല. പ്രൈസ് ദി ലോർഡ്. അവിടെ ഇതായിരിക്കണം ഒരു വ്യക്തി. ഒരു വ്യക്തി ഇങ്ങനെ നദിയുടെ സൈഡിൽ നിൽക്കണമെന്നും അവന്റെ വേരുകൾ എവിടെ ആയിരിക്കണം? വെള്ളത്തിലായിരിക്കണമെന്നും ബൈബിൾ ആവശ്യപ്പെടുന്നുണ്ട്. ഹല്ലേലൂയ. ലോകത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഡൗട്ട് വരുന്നതാണ്, നമ്മൾ ദൈവത്തെ അറിയുന്നു, ദൈവത്തെ അറിയാത്തവർക്ക് എന്ത് സംഭവിക്കും? ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഞാൻ ഇതിൻ്റെ ഒരു ആഴത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്നലെ ഞാൻ നിങ്ങളോട് ഒരു വാക്കു പറഞ്ഞിട്ടാണ് പോയത്. നിങ്ങൾ എന്നോട് എൻ്റെ സംശയമോ കൺഫ്യൂഷനോ ഒന്നും ചോദിച്ചില്ല. ഞാൻ ഇന്നലെ രാത്രി കിടന്നപ്പോൾ ഓർത്തു, ഹല്ലേലൂയ, എന്താണ് അങ്ങനെ പറ്റിയത്? ഹല്ലേലൂയ. ദ മെയിൻ പ്രോബ്ലം, ഫസ്റ്റ് ഡേ ദൈവം ക്രിയേറ്റ് ചെയ്തത് പ്രകാശമാണെന്ന് ഞാൻ പറഞ്ഞു. ഫോർത്ത് ഡേ ദൈവം ക്രിയേറ്റ് ചെയ്തത് സൂര്യപ്രകാശമാണെന്ന് പറഞ്ഞു. ഈ രണ്ട് പ്രകാശവും തമ്മിലുള്ള വേരിയേഷൻ എന്തെന്ന് തിരിച്ചറിയുന്നില്ലെങ്കിൽ ജീവിതത്തിൽ ഒന്നുമില്ല. ലോകത്തിൽ ഒത്തിരി പേര് ഈ പ്രകാശത്തിലാണ് കടന്നു പോവുക. അത് ഈ ലോകത്തിന്റെ പ്രകാശം. സൂര്യൻ വരുമ്പോൾ കണ്ടു, സൂര്യൻ ഇല്ലാത്തപ്പോൾ പോയി. ഇങ്ങനൊരു ജീവിതം കൾച്ചർ ഡെവലപ്പ് ചെയ്ത് എല്ലാ മനുഷ്യനും രാത്രിയിൽ കുറെ ജീവിതം, പാർട്ടിയായി പകലുള്ള ജീവിതമായി പോകുന്നു. ഹല്ലേലൂയ. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്നത് ആ പ്രകാശമല്ല. ദൈവം ആഗ്രഹിക്കുന്ന പ്രകാശം വളരെ വ്യത്യസ്തമായ ഒരു പ്രകാശമാണ്. ഹല്ലേലൂയ. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ആദ്യം ഉദിക്കേണ്ടത് സൂര്യന്റെ പ്രകാശമല്ല, പിന്നെ ഏതിന്റെ പ്രകാശമാണ്? ദൈവത്തിന്റെ പ്രകാശമാണ്. ഹല്ലേലൂയ. നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം ഒന്നെടുത്തേ. 1-ാം അധ്യായം തുടങ്ങുകയാണ് കേട്ടോ നമ്മുടെ ടോക്ക്. ഹല്ലേലൂയ. ദൈവമേ വലിച്ചു നീട്ടി തരണേ സമയം. ഹല്ലേലൂയ. ഒന്നെടുത്തേ. യോഹന്നാൻ 1 എടുത്തോ. അതിന്റെ മൂന്നാം വാക്യം ഒന്നെടുത്തേ. ആ ശ്രദ്ധിച്ചോണേ, ഈ വാക്ക് നിങ്ങളൊന്ന് കാണാതെ പഠിച്ച്. 3-ാം വാക്യം, സമസ്തവും അവനിലൂടെ ഉണ്ടായി, അവനെ കൂടാതെ. ആരെ കൂടാതെ? ദൈവം എന്നുള്ള വാക്കേ തെറ്റാ. അതുകൊണ്ട് നിൽക്കട്ടെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ലോകത്തിൽ എല്ലാവരും എല്ലാത്തിനെയും എന്താ വിളിക്കുന്നത്? ഇടിവെട്ടിനെ ചില മതവിഭാഗങ്ങൾ എന്താ വിളിക്കുന്നത്? ദൈവമാ. പാമ്പ്, കല്ല്, മിന്നല്, ഇതിനെല്ലാം കൊടുത്തിരിക്കുന്ന ഒരു പേരായി ഇത് മാറ്റപ്പെടുന്നത് കൊണ്ട് എന്ത് പറ്റുമെന്നറിയാമോ? ദൈവം എന്ത് എന്ന് റിയൽ ഗോഡ് എക്സ്പീരിയൻസ് നമ്മുടെ ലൈഫിൽ ലഭിക്കത്തില്ല. ക്യാൻ യു ഫോളോ മീ? ഇത് നമുക്ക് ലാംഗ്വേജ് കൊണ്ട് തിരിച്ചറിയാൻ പറ്റുന്നത് കൊണ്ട് മാക്സിമം ആണ് ഗോഡ്. അതിനപ്പുറം ഒരു വേർഡ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തിരിച്ചറിയാൻ പറ്റുന്നില്ല. ക്യാൻ യു ഫോളോ മീ? ഹല്ലേലൂയ. നിങ്ങളുടെ വീട്ടിൽ കൂടെ ഉറുമ്പ് പോകുന്നത് കണ്ടിട്ടില്ലേ? ഉണ്ടോ? ഒന്ന് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. ഇവ പോകുന്ന വഴി ഇവ തമ്മിൽ കൂട്ടിമുട്ടും. കണ്ടോ? ചില ഉറുമ്പുകൾ തമ്മിൽ കുറേ സെക്കൻഡുകൾ നിൽക്കും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മളെ നോക്കി നിന്നാൽ നമ്മളെ അവരെന്താ പറയുന്നത് ഒരിക്കലെങ്കിലും ശ്രദ്ധിച്ചോ? കേൾക്കാൻ നോക്കിയിട്ടുണ്ടോ? എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ? അതിനെ കേൾക്കാഞ്ഞേ? ഭാഷ പോട്ടെ, ഒരു സൗണ്ടിലും കേൾക്കരുതോ? ഇടിവെട്ടിയതും ഇടിവെട്ട് പാടുമുള്ള 2 വ്യക്തികൾ ഇവിടെയുണ്ട്, ഈ കൂടെയുണ്ട്. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? കരുതി പിടിക്കോ? ഇനി നാണക്കേട്. ഹല്ലേലൂയ. ഇടിവെട്ട് പേടിയുള്ള ആളുകൾ ഇവിടെയുണ്ട്, ഇല്ലേ? പേടിയില്ലേ? ഉണ്ടോ? പേടിയുണ്ടോ? ഇടിവെട്ടിയ സമയത്ത് നിങ്ങളുടെ തൊട്ടടുത്ത് ഇടിവെട്ടി നിങ്ങൾ പേടിച്ചൊരു വ്യക്തി ഇവിടെയുണ്ട്. ആ വ്യക്തി മാത്രം ഒന്ന് കൈയെടുത്ത് പിടിക്കുക. ഉണ്ട്, കൈയെടുത്ത് പിടിച്ചോ.
അപ്പോൾ പേടിയുണ്ടോ? ഞാൻ ചുമ്മാ പറയുന്നൊന്നുമില്ല കേട്ടോ. നിങ്ങൾ എന്നെ ഒന്നും നോക്കണ്ട. ഫോക്കസ് ഓൺ ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. ഞാൻ വേറൊരു തലത്തിലാണ് നിൽക്കണേ. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ഇടിവെട്ട് ഭയങ്കര പേടിയാണ്. പക്ഷേ ഈ ഇടിവെട്ടിനേക്കാൾ വലിയ വെട്ടുകൾ സ്കൈയിൽ നടക്കുന്നുണ്ട്. കേട്ടിട്ടുണ്ടോ? ഉൾക്കകൾ കൂട്ടിമുട്ടി എന്നൊക്കെ പറയുന്നുണ്ട്. കേട്ടിട്ടുണ്ടോ? ഞങ്ങളൊന്നും കണ്ടില്ല. പേപ്പറിൽ ന്യൂസ് വന്ന് പറഞ്ഞു, പക്ഷെ നമ്മൾ കേട്ടിട്ടേ ഇല്ല. എന്തുകൊണ്ട് കേട്ടില്ല? എന്തുകൊണ്ട് കേട്ടില്ല? അറിയാൻ ശ്രമിക്കും. നമ്മുടെ കൺമുന്നിലല്ലേ, അറിയാൻ ശ്രമിച്ച് നോക്കി നിൽക്ക്. ഉറുമ്പിൻ്റെ കേട്ടില്ല. നമ്മുടെ കേൾവിക്ക് ഒരു ഡെസിമൽ പോയിന്റ് ഉണ്ട്. ഒരു ബിലോ ലെവലിൽ നമുക്ക് കേൾക്കാനാവത്തില്ല. ഒരു മാക്സിമം ലെവലിലുള്ളത് പൊട്ടന്മാരെ പോലെ നമുക്കൊന്നും അതും അറിയത്തില്ല. ചെറിയ ഇടിവെട്ടൊക്കെ നമ്മൾ കേട്ട് ഇങ്ങനെ ഞെട്ടി വിറയ്ക്കും. അതിലും വലിയ സംഭവം കേട്ടാലും നമ്മളിങ്ങനെ നോക്കി നിൽക്കത്തേ ഉള്ളൂ. മത്താപ്പ് കത്തുന്ന പോലെ നോക്കിയിരിക്കും മേളിൽ. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? നമ്മൾക്ക് കണ്ടെയ്ൻ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ലിമിറ്റഡ് ആക്കി ദൈവം വെച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നതുകൊണ്ട് ദൈവം എന്നതിനെ നമ്മുടെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കുന്ന ചില കാര്യങ്ങൾ കൊണ്ട് മനസ്സിലാക്കിയാൽ തിരിച്ചറിയത്തില്ല. ഹല്ലേലൂയ. എൻ്റെ ഇന്നത്തെ ടോക്ക് ഹൂ ഈസ് ജീസസ് ആണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം ആര്, ദൈവം എന്ത്, ഇതൊക്കെ ഒന്ന് തിരിച്ചറിയണമെങ്കിൽ വളരെ നിർണായകമായി നമ്മൾ കടന്നു പോയേ മതിയാവുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സമസ്തവും അവനിലൂടെ ഉണ്ടായി, അവനെ കൂടാതെ ഒന്നും സൃഷ്ടിക്കപ്പെട്ടിട്ടില്ലെന്ന് ബൈബിൾ പറയുന്നു. അവനാണ് യേശു ക്രിസ്തു. ഇനി അടുത്ത ലൈൻ വായിച്ചോ. അവനിൽ എന്തുണ്ടായിരുന്നു? അവനിൽ എന്തുണ്ടായിരുന്നു? അടുത്ത വാക്ക് വായിച്ചോ. ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. അപ്പം ഇൻ ദ ബിഗിനിങ് ദൈവം ഒന്നാമത്തെ ദിവസം എന്ത് സൃഷ്ടിച്ചു? വെളിച്ചം എന്നതാ ജീവൻ. അപ്പം എന്താ ആദ്യം വന്നേ? ജീവനെയാണ് ദൈവം ആദ്യം മുകളിൽ നിന്ന് താഴേക്ക്. ശരിക്കും അത് ക്രിയേഷൻ അല്ല, ദൈവം മുകളിലുള്ളതിൻ്റെ റിഫ്ലക്ഷനെ താഴേക്ക് അയക്കുകയാണ്. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ ദൈവം യേശുവാകുന്ന പ്രകാശത്തെ വേൾഡിലേക്ക് വന്നത് തൊട്ടാണ് ക്രിയേഷൻ തുടങ്ങുന്നത്, സൂര്യൻ ഉൾപ്പെടെ. പ്രൈസ് ദി ലോർഡ്. ഇനി അത് എപ്പോൾ പ്രകാശിക്കണം? എപ്പോൾ പ്രകാശിക്കണം? എപ്പോഴാണ് പ്രകാശിക്കണ്ടേ? ഹല്ലേലൂയ. നിങ്ങൾ നാട്ടിലായിരിക്കുമ്പോൾ നക്ഷത്രം എണ്ണിയിട്ടുണ്ടോ? ഉണ്ടോ? തിണ്ണയിലൊക്കെ ഇരുന്ന് മുകളോട് നോക്കി. എപ്പോഴാണ് എണ്ണുന്നേ? ഉച്ചയ്ക്ക് 12 മണിക്കോ? രാത്രിയിൽ. ഹല്ലേലൂയ. രാത്രിയിൽ എങ്ങനെയായാലും എണ്ണി കൗണ്ട് ചെയ്തില്ല. ഓക്കെ, നമ്മൾ കൺഫ്യൂഷനായി തിരികെ പോന്നു. ഹല്ലേലൂയ. നിങ്ങൾ എപ്പോഴേലും അത് പകലെണ്ണാൻ നോക്കിയിട്ടുണ്ടോ? ഈ രാത്രിയിലെ നക്ഷത്രം പകലവിടെ ഉണ്ടോ? ഉണ്ടോ? പിന്നെ എന്നാ കാണാത്തെ? അപ്പോൾ അത് എപ്പോഴാണ് പ്രകാശിക്കുന്നേ? നിങ്ങളിപ്പോൾ അയർലൻഡിൽ നല്ല ജോലിയും വീടൊക്കെ അത്യാവശ്യം മോർഗേജ് അടച്ചു പോകുന്നതും നല്ല കമ്പനിയൊക്കെ ആയിരിക്കുമ്പം പ്രകാശിച്ചാലും ഇല്ലേലും ഒന്നും ആരും അറിയുന്നൊന്നുമില്ല. പക്ഷെ നിങ്ങൾ പ്രകാശിക്കണം. എപ്പോഴാ? അത് കുഞ്ഞൊന്ന് വീഴുമ്പോൾ, ചില മിസ്കാരേജുകൾ, ചില മരണങ്ങൾ, നിങ്ങൾ ഒറ്റപ്പെടുന്ന ചില ദിവസങ്ങൾ, നിങ്ങളുടെ അമ്മ നിങ്ങൾ നോക്കി നിൽക്കേ കൺമുന്നിൽ ഫ്ലൈറ്റിൽ ഇറങ്ങുമ്പോൾ ഡെഡ് ബോഡിയായി മാറുന്ന സമയങ്ങൾ, വിശ്വാസത്തിൻ്റെ ചില കേന്ദ്രമെന്നൊക്കെ പറയുക, ഇരുട്ടിൽ നിങ്ങൾ പ്രകാശിക്കണം. എപ്പോൾ? ഇരുട്ടിൽ. അല്ലാതെ എൻ്റെ എല്ലാം തീർന്നു, എനിക്ക് കുഞ്ഞുമില്ല, എൻ്റെ ജോലിയും പോയി, ഇനിയൊരു ദൈവമില്ല എന്ന് പറയുന്ന ലെവലിലല്ല നമ്മുടെ വിശ്വാസം വർദ്ധിക്കേണ്ടേ. ഇരുളിൽ പ്രകാശിക്കുന്നതായി മാറണം നമ്മുടെ പ്രകാശം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സമസ്തവും ആരിലൂടെ ഉണ്ടായി? ആരായി അവൻ? ഈ സമസ്തം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാ? എന്താണ്? ഈ മുടിനാരിഴ ആണോ? എല്ലാം ദൈവം സൃഷ്ടിച്ചതാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, നല്ലപോലെ പറഞ്ഞേ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ബൈബിൾ തുടങ്ങുന്ന ആദ്യത്തെ വാക്യം ഏതാ? ആദിയിൽ വചനം ഉണ്ടായിരുന്നു. കർത്താവേ, എനിക്ക് കൺട്രോൾ തരണേ.
നിങ്ങൾ പറഞ്ഞത് യോഹന്നാൻ 1:1 ബൈബിളിൽ ആദ്യത്തെ പുസ്തകമെന്ന് പറയുക ഉൽപ്പത്തിയാണ്. ഉൽപ്പത്തിയിലെ ഫസ്റ്റ് വേർഡ് എന്ന് പറയുന്നത് ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ഹെവൻസ് ആൻഡ് എർത്ത്. എന്നാണ്? ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി രൂപരഹിതവും അന്ധകാരവൃതവും ശൂന്യവുമായിരുന്നു. ദൈവത്തിൻ്റെ ചൈതന്യം വെള്ളത്തിന് മീതെ ചലിച്ചുകൊണ്ടേയിരുന്നു. വല്ല മനസ്സിലാകുന്നുണ്ടോ? ഇതാണ് ഒന്നാമത്തെ വാക്യം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ജനമേ, ബൈബിളിലെ ഒന്നാമത്തെ വാക്യം, ആദ്യത്തെ വാക്യം എന്നാണ്? ആദിയിൽ ദൈവം. ഇനി നിങ്ങൾ ഈ വാക്ക് വെച്ചിട്ട് മുമ്പേ നമ്മൾ വായിച്ചു യോഹന്നാൻ 1:3 സമസ്തവും അവനിലൂടെ ഉണ്ടായി, അവനെ കൂടാതെ. ഈ അവനാരായി? 1 യോഹന്നാൻ 1:3 അവനാരാ? ആരെക്കുറിച്ചാണ് പറയണേ? നിങ്ങൾ ശരിക്കും വായിച്ചു നോക്കിയേ. യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയണേ. ഇനി ഉൽപ്പത്തി, പഴയ നിയമത്തിൽ ഉൽപ്പത്തി 1:1 പറയുന്ന ദൈവം ആരാ? ആദിയിൽ ദൈവം ആകാശം ഭൂമിയും സൃഷ്ടിച്ചു. ഇതാണ് ആദ്യത്തെ വാക്ക്. ഇവിടെ പറയുന്നു അവനെ കൂടാതെ സമസ്തം അവനാ സൃഷ്ടിച്ചു, അവനെ കൂടെ ഒന്നും ഇല്ല. അപ്പോൾ ഈ യോഹന്നാൻ 1:3 പറഞ്ഞ വ്യക്തി എവിടെ ആയിരുന്നു? ആദിയിലെ ദൈവം ആരാണ്? അപ്പം യേശു ക്രിസ്തു. പ്രൈസ് ദി ലോർഡ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഓക്കെ, പഴയ നിയമം അങ്ങോട്ട് അവസാനിക്കുക. അവസാനത്തെ വാക്കെടുത്തേ. പഴയ നിയമത്തിൻ്റെ അവസാനത്തെ പുസ്തകം ഏതാ? എന്നാ? ഞാനല്ലെന്നോ? മലാക്കി. ഒന്നെടുത്തോ, 4-ാം അധ്യായം ഒന്നെടുത്തോ. അതിൻ്റെ ഒരു അതല്ല, അതിൽ കൂടുതലുണ്ടത്. 4-ാം വാക്യം എന്നെടുത്തേ. എടുത്താ? ഉറങ്ങാനിരിക്കുകയാണോ? എടുക്കുക, നിങ്ങളെടുത്താലല്ലേ മനസ്സാവുള്ളൂ. അവൻ വന്ന് പിതാക്കന്മാരുടെ ഹൃദയം മക്കളിലേക്കും. അതൊന്ന് വായിക്കാനാ ഏലിയ വരുന്നത്. വായിക്കാമോ? ഒന്നുകൂടെ വായിച്ചേ. ഞാൻ നിങ്ങൾക്ക് ഏലിയ പ്രവാചകനെ അയക്കും. അവൻ വന്ന് അപ്പൻ്റെ ഹൃദയം മക്കളിലേക്കും മക്കളുടെ ഹൃദയം അപ്പനിലേക്കും തിരിക്കും. ഹല്ലേലൂയ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിക്കും. ഹല്ലേലൂയ. ആരെ അയക്കുന്നേ? ഏലിയ പ്രവാചകനെ അയക്കും. ആരെ അയക്കും? ഇതേത് ബുക്കിലാണ് പറയണേ? മലാക്കി കഴിഞ്ഞ് എന്നതാ പിന്നെ? പുതിയ നിയമമാ. മത്തായി, മർക്കോസ്, ലൂക്ക, യോഹന്നാൻ, പിന്നെ അപ്പോസ്തല പ്രവൃത്തികൾ, റോമൻസ്, കൊറിന്ത്യൻസ്, 1, 2 എന്ന് പറഞ്ഞ് അങ്ങ് പോവുക. ഹല്ലേലൂയ. ദൈവത്തിന് പ്രിയപ്പെട്ട മലാക്കി കഴിഞ്ഞ് ഏലിയ വന്നോ? ആ മലാക്കി എഴുതുന്ന സമയത്ത് ഏലിയ വന്നിട്ടില്ലേ? ഏലിയ വരുന്നത് എവിടെയാ? രാജാക്കന്മാരുടെ പുസ്തകങ്ങളിൽ അവിടെ വന്നിട്ടുണ്ട് ഏലിയ. പക്ഷെ ബൈബിൾ വീണ്ടും പറയുന്നു ഞാൻ ആരെ അയക്കും? അപ്പൊ ആരെ അയക്കുന്നേ? ഹല്ലേലൂയ. വീണ്ടും വായിച്ചോ ഒന്നുകൂടെ. 2 പ്രവാചകന്മാരുണ്ടായിരുന്നു, ഏലിയായും എലീഷായും. എലീഷ പറഞ്ഞു എനിക്ക് നിന്റെ എത്ര പങ്ക് വേണം? ഇരട്ടി പങ്ക് അഭിഷേകം വേണമെന്ന് പറഞ്ഞു. ഏലിയ പറഞ്ഞു അത് നടക്കുന്ന പരിപാടിയല്ല, അത് നടക്കണമെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി. എന്തു വേണം? ഏലിയ ഉടലോടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നത് നീ കാണുമെങ്കിൽ നിനക്ക് ഇരട്ടി പങ്ക് ലഭിക്കും. അപ്പൊ ഏലിയയുടെ പുതപ്പ് മേളിൽ നിന്ന് താട്ടു വരും, എലീഷയെ പുതപ്പിക്കും. ഹല്ലേലൂയ. എന്ത് സംഭവിച്ചെന്നറിയാമോ? എലീഷ പുറകെ നടന്നു, ഏലിയ മുകളിലേക്ക് എടുക്കപ്പെട്ടു. ഈ സമയം ഏലിയയുടെ പുതപ്പ് എലീഷയുടെ മേളിൽ കടന്നു വന്നു. ഹല്ലേലൂയ. ശ്രദ്ധിക്കുക, ഏലിയയുടെ ആരോഹണം യേശുവിൻ്റെ ആരോഹണത്തിന് നിഴല. മനസ്സിലാകുന്നുണ്ടോ? സ്വർഗാരോഹണത്തിന് എന്ന് വെച്ചാൽ ക്രിസ്തുവിൻ്റെ ഉത്ഥാനം കാണുന്ന ഒരാൾക്ക് ഇരട്ടി പങ്കുള്ളൂ. Can you follow me? ഹല്ലേലൂയ. അങ്ങനെ കിട്ടുന്ന ഉത്ഥാനം കാണുന്നവൻ എന്ത് ചെയ്യും? മുകളിൽ നിന്ന് എന്ത് വരും?
എന്താ വന്നത്? ആ പുതപ്പ്. എന്താ പുതപ്പ്? അഭിഷേകത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി. അത് ലഭിക്കുന്നവന് എന്ത് ലഭിക്കും? എന്ത് ലഭിക്കും? ഇരട്ടി പങ്ക് ലഭിക്കും. എന്നിൽ വിശ്വസിക്കുന്നവൻ എന്നേക്കാൾ വലിയ കാര്യങ്ങൾ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ഉണ്ടാകുന്ന മാറ്റമാണ് ബൈബിളിൽ ഈ പറയുക. എന്ന് വെച്ചാൽ ക്രിസ്തുവിനെ അറിയുന്നതോടുകൂടി മാത്രമാണ് ലൈഫ് മാറുക. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പഴയ നിയമം നിങ്ങൾ കണ്ടു. 1-ാം അധ്യായത്തിൽ തുടങ്ങുന്ന യേശു, പഴയ നിയമം അവസാനിക്കുന്നത് യേശുവിൽ. പുതിയ നിയമം തുടങ്ങുന്നത് ആരില്ല? മത്തായി. ആദ്യത്തെ ഹെഡിങ് എന്നാ? വംശാവലി. വാട്ട് ഡസ് ഇറ്റ് മീൻ? എന്താ അതിൻ്റെ അർത്ഥം? ജീനിയോളജി. നിങ്ങളൊന്ന് വായിച്ചു നോക്കി. ആ ജീനിയോളജി എവിടെയാ തുടങ്ങുക? മത്തായി എഴുതുന്ന ജീനിയോളജി ആരിലാണ് തുടങ്ങുക? അബ്രഹാമിൽ തുടങ്ങി എവിടെ അവസാനിക്കുന്നു? യേശു ക്രിസ്തുവിൽ അവസാനിക്കുന്നു. നിങ്ങൾ തൊട്ടപ്പുറം എടുത്തേ, ലൂക്കായിലുണ്ട്. ലൂക്കാ സുവിശേഷം 3-ാം അധ്യായം വീണ്ടും വംശാവലിയുണ്ട്, ജീനിയോളജി. എടുത്തോണേ. നിങ്ങളിത് ഈസി മനസ്സിലാകത്തില്ല. ഹല്ലേലൂയ. പിന്നെ എപ്പോഴേലും ഒക്കെ ഇത് കണ്ടെയ്ൻ ചെയ്ത് ആറ്റമ്മ പോലെ പൊട്ടിക്കോളും. ഹല്ലേലൂയ. ഒന്ന് വായിച്ചോ, ലൂക്ക ചാപ്റ്റർ 3. ലൂക്ക് ചാപ്റ്റർ 3 കണ്ടോ? അവിടെ ഒരു ഞാനിത് എന്താ പറയുക, ടോക്കായിട്ട് ചുമ്മാ പോയാൽ നിങ്ങളുടെ മേളിൽ കൂടെ പോത്തേ ഉള്ളൂ. നിങ്ങളെല്ലാം കേൾക്കും, പക്ഷെ അങ്ങനല്ല. നിങ്ങൾ അറിയാൻ വേണ്ടിയാണ് ഞാൻ ഈ കമ്പയർ ചെയ്ത് എടുക്കുന്നത്. ലൂക്ക് ചാപ്റ്റർ 3 ഒന്നെടുത്തോ. അടുത്ത് നിങ്ങൾ ധ്യാനമല്ല വെക്കണ്ടേ. കാരണം ഞങ്ങളുടെ ഇടയിലൊക്കെ എപ്പോഴും ധ്യാനം കൂടി എല്ലാം മരച്ചുപോയി. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഇത് കിട്ടുവാണെങ്കിൽ ഭയങ്കര തീഷ്ണമായിരിക്കും. ഹല്ലേലൂയ. നിങ്ങൾ കുറച്ചുകൂടെ ബൈബിൾ വെച്ച് ഇങ്ങനെ സ്റ്റഡി ചെയ്താൽ നിങ്ങൾക്ക് അകത്ത് കയറും. അല്ലെ ഇത് പുറത്തൂടെ അങ്ങ് പോത്തേ ഉള്ളൂ. ഹല്ലേലൂയ. എൻ്റെ ലൈഫ് മാറിയതും ഈ ബൈബിൾ അകത്തേക്ക് വന്നതുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇറ്റ്സ് വെരി ഗുഡ്. എന്ന് അടുത്തൊന്ന് വായിച്ചോ. 3 കണ്ടോ? 3-ൽ വംശാവലി കണ്ടോ? ജീനിയോളജി കണ്ടോ? ഒന്ന് വായിച്ചേ. അത് അവസാനിക്കുന്നത് എവിടെയാ? ആദത്തിലാ തുടങ്ങുക. ശ്രദ്ധിച്ചോണേ. ലൂക്കാസ് സുവിശേഷകൻ യേശുവിൻ്റെ വംശാവലി എവിടെ നിന്ന് എവിടം വരെ എഴുതി? ആദം തൊട്ട് യേശു വരെ എഴുതി. പക്ഷേ മത്തായിയുടെ സുവിശേഷം എവിടം തൊട്ട് എവിടം വരെ എഴുതിയെന്നറിയാമോ? അബ്രഹാം തൊട്ട് യേശു വരെ. അങ്ങനെ എഴുതിയേ. ഒരാൾ പകുതിക്കേന്ന് തുടങ്ങി, ഒരാൾ മുകളിൽ നിന്ന് തുടങ്ങി. മാത്യു യഹൂദനായതുകൊണ്ട് യഹൂദരിൽ മാത്രമേ രക്ഷയുള്ളൂ എന്ന് കരുതുന്നത് കൊണ്ട് അത് കൊണ്ടുപോയി അബ്രഹാമിലൂടെയാണ് തുടങ്ങുന്നത്. പക്ഷേ ലൂക്ക യഹൂദ വംശത്തെക്കാൾ ഉപരി യേശുവിൽ വിശ്വസിക്കുന്ന സകലരും രക്ഷപ്പെടും. നമ്മൾ യഹൂദരല്ല, പക്ഷേ നമ്മളും രക്ഷപ്പെടും ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ എന്നൊരു പോയിന്റിലാണ് ഇവിടെ കൊണ്ട് നിർത്തിയിരിക്കുക. പ്രൈസ് ദി ലോർഡ്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കുക, വംശാവലി അവസാനിക്കുന്നത് ആരില്ല? പിന്നെ വംശാവലി എന്തേ തുടരാത്തെ? Can you follow me? യേശുവിന് ശേഷം പിന്നെ വംശാവലി ഇല്ല ചരിത്രത്തിൽ. ഹല്ലേലൂയ. എവിടെയാ ചരിത്രം? അതിൻ്റെ ഇംഗ്ലീഷ് എന്നാ? ഞാൻ ചരിത്രത്തിനെ പഠിച്ചതും പഠിപ്പിച്ചതും അധ്യാപനമാണ്. ചരിത്രം എന്ന് പറയുന്ന സാധനമേ ഇല്ല. സൃഷ്ടിച്ച ഒരാൾ പോലും ജീവിച്ചിരിപ്പില്ല. ഗാന്ധിജി എടുത്തു, വലിയ വലിയ വ്യക്തികളെടുത്തു, ചരിത്രം ഇങ്ങനെ അങ്ങ് പോവുക. ചിലതൊക്കെ വളച്ചൊടിക്കുക. ഇവരൊന്നും ഇല്ലാതായി. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ഇന്നും ചരിത്രമായി നിൽക്കുന്ന ഒരാളുണ്ട്. ആരാത്? ഈശോ. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷിൽ ഹിസ്റ്ററി എന്ന് പറയുക ചരിത്രത്തിന് ഇംഗ്ലീഷായി വരുന്നത് അതെങ്ങനെ വരാൻ കാരണം അതിനെ ഡിവൈഡ് ചെയ്യണം. ഹിസ് സ്റ്റോറി, അവൻ്റെ കഥ, അതാണ് ചരിത്രമെന്ന് പറയുക. അങ്ങനെ ഒരു അവനേ ലോകത്തിലുള്ളൂ. അവൻ നസ്രായനായ യേശു ക്രിസ്തു. ക്യാൻ യു ഫോളോ മീ? വേൾഡ് മുഴുവൻ, ലോകം മുഴുവന്, തീവ്രവാദങ്ങൾ തൊട്ട് ലോകം മുഴുവൻ ഫോക്കസ് ചെയ്യുന്ന സെൻട്രൽ പോയിന്റ് എന്ന് പറയുക യേശു ക്രിസ്തുവാ. ക്രിസ്തു അല്ലാതെ ഒരു സത്യം ലോകത്തിന് അപ്പുറവും ഇപ്പുറവും ഇല്ല. അബ്രഹാമിൽ തുടങ്ങിയാലും കൊള്ളാം, ആദമിൽ തുടങ്ങിയാലും കൊള്ളാം, നിന്റെ ജീവിതം തുടങ്ങിയാലും കൊള്ളാം, അവസാനിക്കേണ്ടത് യേശുവിലാണ്. യേശുവിൽ അവസാനിക്കാത്തതൊന്നും വംശാവലി അല്ലാതാനും. അതുകൊണ്ട് ദൈവത്തിന്റെ പ്രിയപ്പെട്ട നമ്മുടെ ജീവിതത്തെ തിരിച്ചറിയേണ്ടത് ക്രിസ്തുവാകുന്ന സത്യം എന്തെന്ന് തിരിച്ചറിയുന്നിടത്താണ് ജീവിതം മാറി മറിയുക. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. നിങ്ങൾ മത്തായിയുടെ സുവിശേഷം
8-ാം അധ്യായം ഒന്നെടുക്കുക. അതിൻ്റെ അത് രക്തസ്രാവക്കാരിയെ ഒരു സ്ത്രീയെ കാണാം. കിട്ടിയാ 8:10 ആണോ അത്? വായിച്ചേ. നിങ്ങൾക്കറിയാം, അവിടെ രക്തസ്രാവക്കാരിയെ ഒരു സ്ത്രീ വരുന്നു. അതിൻ്റെ 10-ാം വാക്യം. അവിടെ രക്തസ്രാവക്കാരിയുടെ കാര്യങ്ങൾ വായിച്ചേ. അതിൻ്റെ 9-ാം അധ്യായം 10-ാം വാക്യം. അല്ലല്ല, അവൻ അവരോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ഭരണാധികാരി അവനെ സമീപിച്ചു. 9-ാം അധ്യായം 20-ാം വാക്യം നിങ്ങൾ തൊട്ട് വായിച്ചാലും മതി. എന്റെ മകൾ അല്പം മുൻപ് മരിച്ചുപോയി. നീ വന്ന് അവളുടെ മേൽ കൈവയ്ക്കുമെങ്കിൽ അവൾ ജീവിക്കും. യേശുവും ശിഷ്യന്മാരും അവനോടൊപ്പം പോയി. 12 വർഷമായി രക്തസ്രാവം നിമിത്തം കഷ്ടപ്പെട്ടിരുന്ന ഒരു സ്ത്രീ പിന്നിലൂടെ വന്ന് അവന്റെ വസ്ത്രത്തിന്റെ വിളുമ്പിൽ സ്പർശിച്ചു. ഇതിലൂടെയാ വന്നേ. പോയിന്റ് നമ്പർ 1, പിന്നിലൂടെ വന്നു. എത്ര വർഷം രക്തസ്രാവം? എത്ര വർഷം? ക്രിസ്തുവിന് എത്ര ശിഷ്യന്മാരായിരുന്നു? എത്ര ഗോത്രങ്ങളാണ് ഉണ്ടായിരുന്നേ? 12 ഗോത്രങ്ങൾ. യാക്കോബിന് എത്ര മക്കളാ? 12. ഹല്ലേലൂയ. അപ്പം വർദ്ധിപ്പിച്ചു. എത്ര പേർക്കാ? 5000. എത്ര കൊട്ട മിച്ചം വന്നു? എല്ലാം ദൈവം ഒരു 12. ഞാൻ ഈ സംഖ്യ പറയുന്നതല്ല. ദർ ഇസ് എ മീനിങ് ഫോർ എവ്രിതിങ്. ദൈവം ഇതിന് പിന്നിലെല്ലാം ചില സാഹചര്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അവൾ വന്ന് എവിടെ തൊട്ടു? വസ്ത്രത്തിന് വിളുമ്പിൽ. ചോദ്യം നമ്പർ 1, ഇത്രയും ക്രൗഡ് ഇടിച്ചു കുത്തി നിൽക്കുന്ന യേശുവിനെ മറ്റാരും തൊട്ടില്ലേ? ആരും തൊട്ടില്ലേ? മറ്റെല്ലാവരും തൊട്ടതാ. പക്ഷെ ഒരാൾ തൊട്ടു എന്ന് ബൈബിൾ പറയുന്നു. അതിന് കാരണം ഈശോ ഇങ്ങനെ പറഞ്ഞു, എന്നിൽ നിന്ന് ശക്തി പ്രവഹിച്ചു. ഹല്ലേലൂയ. ഇന്ന് ലോകമെടുത്തോ, ക്രിസ്തുവിനെ സംസാരിക്കാത്ത, തൊടാത്ത, അല്ലെങ്കിൽ വിജയം പ്രഖ്യാപിക്കാത്ത ആരുമില്ല, രോഗശാന്തി പറയാത്ത ആരുമില്ല. പക്ഷേ ഒരിക്കലെങ്കിലും ബൈബിൾ പറയുന്നത് പ്രകാരം നമ്മിലേക്ക് ശക്തി പ്രവഹിച്ചോ എന്നുള്ളതാണ് ചോദ്യം നമ്പർ 1. ഹല്ലേലൂയ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ സ്വർഗം ഉണ്ട് എന്ന്? ഉണ്ടോ? ഉറപ്പാണോ? ഹല്ലേലൂയ. ഓക്കെ, ഹല്ലേലൂയ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. നിങ്ങൾ അയർലൻഡിന് വരും, നിങ്ങൾക്ക് ഇമിഗ്രേഷൻ്റെ കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾ എന്തെങ്കിലും ഒരു സ്റ്റഡി നടത്തിയോ? അയർലൻഡിനെ കുറിച്ച് ഒരു സ്റ്റഡി നടത്തിയില്ലേ? ഹല്ലേലൂയ. ഇവിടുത്തെ ഭാഷ എന്നാന്ന് അറിയാമായിരുന്നു? ഹല്ലേലൂയ. അയർലൻഡ് ഏത് രാജ്യത്തിൻ്റെ സൈഡിലാണെന്ന് അറിയാമായിരുന്നോ? ഏത് ഫ്ലൈറ്റ് വേണമെന്ന് അറിയാമായിരുന്നോ? ഹല്ലേലൂയ. എത്ര സൈസ്, അത്യാവശ്യം എത്ര സൈസ് ഉണ്ടെന്ന് അറിയാമായിരുന്നോ? വല്ല മനസ്സിലാവുന്നുണ്ടോ? അത് ചുമ്മാ ഇങ്ങനെ ഇറങ്ങി വന്നപ്പോഴാണ് അയർലൻഡ് കണ്ടേ. നിങ്ങൾ കുറേ ഒബ്സർവ് ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ഇതിലും വലിയൊരു രാജ്യത്തേക്ക് പോകാനുള്ളതാ. ഒരിക്കലെങ്കിലും ഒബ്സർവ് ചെയ്തിട്ടുണ്ടോ? ഇല്ലേ? ഉണ്ടോ? ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഉണ്ടോ? ഹല്ലേലൂയ. അങ്ങനെയാണ് പോകുന്ന രാജ്യം എങ്ങനെ ഇരിക്കും പറയാമോ? ഒന്നൊരു എക്സ്പ്ലനേഷൻ തരാമോ? ഒരു ഡെഫിനിഷൻ. സ്വർഗം എങ്ങനെ ഇരിക്കും? മാലാമയുടെ സ്ഥലത്തൊക്കെ അവിടെ ഉള്ള വ്യക്തികൾ പോക്കെ അവിടെ ചെല്ലുമ്പോൾ കിട്ടുന്ന ലഡുവും ചമ്മന്തിയൊക്കെ അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഹല്ലേലൂയ. ആ പ്ലീസ് അതെന്താണ്, എങ്ങനെയാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? 2 കണ്ടീഷൻ അറിയണം നിങ്ങൾ. ഇവിടെ IELTS ആണോ RN ആണോ പാസ്സാകണ്ടേ? പാസ്പോർട്ടാണോ OCI കാർഡാണോ ഇവിടെ വേണ്ടേ? എന്നൊക്കെയുള്ള കുറേ പോളിസി നിങ്ങൾ അറിയാം. എന്ന് പറയുന്നത് പോലെ അവിടെ എങ്ങനെയാണ്, എന്താണെന്ന് തിരിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അത് പ്ലേസ് ആണോ? ദൈവരാജ്യം ഭക്ഷണമോ പാനീയമോ അല്ല എന്ന് ബൈബിൾ പറയുന്നുണ്ട്. അപ്പോൾ അതെന്താണത്?
ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ജനമേ, ഒരു മണ്ട വിശ്വാസം നമ്മൾ എടുക്കരുത്. ഈ വാസസ്ഥലം, പ്ലേസ്, ഇതൊന്നും അങ്ങനെ അല്ല. ഇത് മരണം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഏതവസ്ഥ? സ്പിരിറ്റാണ്, എന്നുവെച്ചാൽ ആത്മാവിന് ഇരിക്കാൻ കസേര വേണം. പിന്നെ ആ കാറ്റഗറി എല്ലാം നമ്മൾ മാറി. പ്രൈസ് ദി ലോർഡ്. അത് വേറൊരു ലോകമാണ്, വായു. അതങ്ങനെയാണ്, അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ഹല്ലേലൂയ, ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവനമേ, ഇനി നിങ്ങളൊന്ന് എടുക്കുക. അതൊരു സ്ക്വയറോ ഒന്നും അല്ല, ഒരു പ്ലേസോ, അത് അങ്ങനെ അല്ല. അത് ഇനി ഇത് ലഭിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു രാജ്യം ഇത് അകത്ത് കയറണമെങ്കിൽ എന്ത് ചെയ്യണം? വിസ ഒക്കെ വേണമെന്ന് സമ്മതിച്ചു. അതിന് എന്നതാ അതിൻ്റെ കണ്ടീഷൻ? ആ ക്രൈറ്റീരിയ പറഞ്ഞാൽ മതി. ക്രൈറ്റീരിയ ഉണ്ടെന്ന് നമുക്കറിയാമല്ലോ. എൻ്റെ സിമ്പിൾ ചോദ്യമാണ്. നിങ്ങളെല്ലാം ധ്യാനം കൂടുക. ഇതാണ് അൾട്ടിമേറ്റ്. സ്വർഗത്തിൽ കയറണമെങ്കിൽ എന്താണ് ബേസിക് ക്രൈറ്റീരിയ? കൽപ്പനകൾ പാലിക്കണം. തോറ്റു, ഇവിടെ തന്നെ ചീട്ട് കയറി ഇത് അങ്ങോട്ട് ഇടും. ഇനി ചില ക്രൈറ്റീരിയ, ഇതൊന്നും ഞാനല്ല പറയേണ്ട, ഒരു നിഘണ്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ, ആ ബൈബിള്. അതിൽ നോക്കി നിങ്ങൾ അതിൻ്റെ ആൻസർ പറയണം. അതിൻ്റെ ആൻസർ ഒരിടത്ത് കൊടുത്തു, ഇന്ന പോയിന്റ് കൊടുത്തിട്ടുണ്ട്, ആ ഒരു പോയിന്റ് എടുത്ത് പറയണം. ഹല്ലേലൂയ. റോമ 10:9 ഒന്നെടുത്തേ. റോമൻസ് ചാപ്റ്റർ 10:9 ഒന്നെടുത്തേ, ഫാസ്റ്റ് ആയിട്ട്. എന്താണ്? ചെറിയ 2 കണ്ടീഷനേ ഉള്ളൂ. എന്ത് കണ്ടീഷനാ? യേശു ദൈവമാണ് എന്ന് അത് പറയാൻ വരട്ടെ. ദൈവമാണെന്ന് എവിടെ വിശ്വസിക്കണം? എൻ്റെ ഹൃദയത്തിൽ വിശ്വസിച്ച് എന്നിട്ട് എന്ത് ചെയ്യണം? അധരങ്ങൾ കൊണ്ട് പ്രഖ്യാപിക്കണം. പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ട് പ്രഖ്യാപിക്കണം? അതുകൊണ്ടാണ് ഈ സ്തുതിപ്പിക്കുക, ഒന്നെങ്കിലും ഒന്ന് വിളിച്ചു കൂകാൻ പറയുന്നത്. ഹല്ലേലൂയ. എന്തുകൊണ്ട് പ്രഖ്യാപിക്കണം? എന്നിട്ട് എപ്പോഴെങ്കിലും പ്രഖ്യാപിച്ചിട്ടുണ്ടോ? ഇത് ഞങ്ങൾ കണക്കോടി. ഇത് നിങ്ങൾ രക്ഷപ്പെടണമെന്ന് ഉദ്ദേശിച്ച ഒരു വചനം പറയുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല. ഹല്ലേലൂയ. എൻ്റെ തലയിൽ ഇടുത്തി വീഴരുതേ ദൈവമേ, സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ ദുരിതം. ഹല്ലേലൂയ. ഇനി കേൾക്കാൻ ചെവിയുള്ളവർ, സൗകര്യമുള്ളവർക്ക് വിശ്വസിക്കാൻ, നിലവിളിക്കാം. പ്രൈസ് ദി ലോർഡ്. ചോദ്യം നമ്പർ 1, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. എവിടെ വെച്ചാണ് നിലവിളിക്കേണ്ടത്? യേശു ദൈവമാണെന്ന് പറയേണ്ടത് എവിടെ വെച്ചാ? മധുബഹ തുറക്കുന്നു, കൃപാന നടക്കുന്നു. ആ സമയത്ത് ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ പരിശുദ്ധനാകുന്നു, നീ മരണമില്ലാത്തവനാകുന്നു, നീ ഞങ്ങൾക്കായി ക്രൂശിക്കപ്പെട്ടു എന്നൊക്കെ നിലവിളിക്കുക. ഹല്ലേലൂയ. ഇതാരോട് പറയണം? ഇതാരോടാ പറയണ്ടേ? ആദരങ്ങൾ കൊണ്ട് പ്രഖ്യാപിക്കണം. ആരോട് പറയണം? യേശു കുരിശിൽ കിടക്കുകയാണ്. ഹല്ലേലൂയ. ശ്രദ്ധിച്ചോണേ, വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോവാണ്. യേശു കുരിശിൽ കിടക്കുന്നു. അപ്രയും എപ്രയും ആരുണ്ട്? എത്ര കള്ളന്മാർ? അതിനെ 2. നിങ്ങൾ വളരെ ശ്രദ്ധിച്ചോണേ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇസ്രായേലിൽ 2 കള്ളന്മാരെ ഉണ്ടായിരുന്നുള്ളൂ എന്ന്? ഞാൻ നാളെ ക്രിസ്തു എന്തിനാണ് മരിച്ചതെന്നുള്ളൊരു ടോക്ക് കൂടെ തരാം. അത് നമുക്കതോടെ കേട്ട് കഴിയുമ്പോൾ നമുക്ക് ഒത്തിരി മനസ്സിലാകും. എന്തിനാ 2 കള്ളന്മാര്? ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവനേ, റാൻഡംസ് ആണ്. ഞാൻ പറഞ്ഞല്ലേ, 2 ബൈബിളിൽ 2 റിയലായി ദൈവം എല്ലാം അവതരിപ്പിക്കുക. 2-നപ്പുറം ഒരു സംഖ്യയെക്കുറിച്ച് വലിയ കാര്യമായിട്ടൊന്നും ബൈബിള് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. ഏദൻ തോട്ടത്തിൽ നിറയെ വൃക്ഷങ്ങൾ, പക്ഷേ പ്രധാനപ്പെട്ട എത്ര വൃക്ഷങ്ങളുണ്ട്? 2. ആദത്തിന് മക്കളുണ്ടായി. എത്ര മക്കളായിരുന്നു ആദ്യം ഉണ്ടായത്? 2. സംശയമുണ്ടോ? നിങ്ങൾ എടുത്തു നോക്ക്. കർത്താവേ ഹെൽപ്പ് ചെയ്യണേ. ഉൽപ്പത്തി 4 എടുത്തേ. ജനസിസ് ചാപ്റ്റർ 4 പെട്ടെന്ന് എടുത്തോണേ. എടുത്തോ. 1-ാം വാക്യം വായിച്ചോ. 4:1.
ആ അവൾ ഗർഭം ധരിച്ച് കായനെ പ്രസവിച്ചു. ആ അവൾ പറഞ്ഞു, കർത്താവ് കടാക്ഷിച്ച് എനിക്ക് പുത്രനെ ലഭിച്ചിരിക്കുന്നു. പിന്നീട് അവൾ കായന്റെ സഹോദരൻ ആബേലിനെ പ്രസവിച്ചു. ശ്രദ്ധിക്കുക, 1-ാം വാക്യം. ഈ ആദം എന്നാ ചെയ്തു? ഭാര്യയോട് ചേർന്നു. വാട്ട് ഡസ് ഇറ്റ് മീൻ? എന്താണ് അതിന്റെ അർത്ഥം? ഇറ്റ്സ് എ ഫിസിക്കൽ റിലേഷൻഷിപ്പ്. ജീനിയോളജി, ജനനം ലോക ചരിത്രത്തിൽ നടക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആര് ജനിച്ചു? കായനെ ജനിച്ചോളോ? ശ്രദ്ധിക്കുക, ഒരു റിലേഷൻ, 2 കുഞ്ഞുങ്ങള്. അതിന്റെ അർത്ഥം എന്താ? ട്വിൻസ് ആയിരുന്നു ഇവർ 2. ആദ്യം ആര് വന്നു? കായൻ. പിന്നെ എന്തു വന്നു? ബൈബിള് ചുമ്മാ പറയാൻ പറ്റുന്ന അങ്ങനെ മേളിക്കൂടെ അങ്ങ് പോവുമല്ല, വെരി സ്പെസിഫിക്കാ പറയുക. ആദ്യം വന്ന ജനറേഷനും 2. ബൈബിളിലെ വൃക്ഷങ്ങൾ 2. ധൂർത്തപുത്രന്റെ ഉപമയിൽ അപ്പന് മക്കൾ 2. ബൈബിളിൽ ഒത്തിരി വള്ളമുണ്ട്, പക്ഷെ പ്രധാനപ്പെട്ട എത്ര വള്ളത്തെക്കുറിച്ച് പറയുന്നുണ്ട്? എത്ര വള്ളത്തെ കാലിയോട്ടാന്ന് പറയുന്നുണ്ട്? എത്ര വള്ളമാ? 2. ബൈബിള് 2 ഓപ്ഷൻസേ നിങ്ങളുടെ മുന്നിൽ വെക്കുന്നുള്ളൂ. ഇടതും വലതും കള്ളനുണ്ടായി. ഇടതുവശത്തെ കള്ളൻ, വലതുവശത്തെ കള്ളൻ എന്നാ വിളിക്കും? നമ്മൾ എന്നാ വിളിക്കുന്നേ? ലോകം മുഴുവൻ അവനെ വിളിക്കുന്ന പേരെന്താ? കള്ളൻ എന്നാണ് വിളിക്കുന്നത്. ആണ്. അതുകൊണ്ട് എന്നെ വിളിച്ചേ? ഞങ്ങളുടെ നാട് മുഴുവൻ അല്ലെങ്കിൽ വിളിക്കുന്നത് നല്ല കള്ളൻ എന്നാ. ആണോ? ഹല്ലേലൂയ. നല്ല കള്ളൻ. അങ്ങനെ ഒരു കള്ളൻ ഉണ്ടാവുമോ? നല്ല വ്യഭിചാരി, നല്ല കൊലപാതകി, അങ്ങനെയൊക്കെ വരുമോ? മനസ്സിലാവുന്നുണ്ടോ? ബൈബിള് ഇങ്ങനൊരു വേർഡ് കൊടുക്കുന്നില്ല. ബൈബിൾ ലെഫ്റ്റോ റൈറ്റ് എന്ന് മാത്രമേ കൊടുക്കുന്നുള്ളൂ. പ്രൈസ് ദി ലോർഡ്. വെരി സ്പെസിഫിക് പോയിന്റിലേക്ക് ഞാൻ വരികയാണ്. 1 നന്മതിന്മകളുടെ വൃക്ഷം, ജീവവൃക്ഷം. ഹല്ലേലൂയ. 2 ലെഫ്റ്റ് റൈറ്റ് കള്ളൻ, കുരിശിനപ്പുറവും ഇപ്പുറവും 2 വള്ളം, ഇതെല്ലാം ഉണ്ട്. ഇനിയും മനുഷ്യന് ദൈവം കൊടുത്തിരിക്കുന്ന ചോയ്സാ. നിനക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. അവിടെയെങ്കിൽ അവിടെ, ഇവിടെയെങ്കിൽ ഇവിടെ. ഹല്ലേലൂയ. ഈ ദൈവം ആരെയും കമ്പൽ ചെയ്യത്തില്ല. പ്രൈസ് ദി ലോർഡ്. നിർബന്ധിക്കത്തില്ല. ചൂസ് ചെയ്യേണ്ടത് ആരാ? ഞാനാ ചൂസ് ചെയ്യേണ്ടത്. ഹല്ലേലൂയ. ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ? അന്ന് 2 കള്ളന്മാരെ അവിടെ ഉണ്ടായിരുന്നുള്ളൂ എന്നല്ല അർത്ഥം. 2 കള്ളന്മാര് 2 സെഗ്മെന്റാ. മനസ്സിലാവുന്നുണ്ടോ? ക്രിസ്തുവിൻ്റെ ലെഫ്റ്റും റൈറ്റും കിടക്കുന്ന കള്ളന്മാര് വലിയൊരു എക്സ്പ്ലനേഷൻ കാണിക്കുന്നത്. കുരിശും കുരിശിന് അപ്പുറം ഇപ്പുറയുള്ള കള്ളന്മാര് ഹോൾ വേൾഡിന്റെ പ്രതീകമാണ്. പ്രൈസ് ദി ലോർഡ്. ലോകത്തിലെ സകല മനുഷ്യരെയും 2ആയി ഡിവൈഡ് ചെയ്യാം. 1 ഇടതുവശമെന്നും 2 വലതുവശമെന്നും. എന്ന് വെച്ചാൽ സകലരും, പോയിന്റ് നമ്പർ 1, ലോകത്തിലെ സകല മനുഷ്യരും കള്ളന്മാരാ. ഒറ്റയൊരുത്തനെ വിശ്വസിക്കാൻ കൊള്ളില്ല. റോമ 3:10, 3:23. ഓൾ ഹാവ് സിൻഡ് ആൻഡ് fall short of the glory. എല്ലാവരും പാപം ചെയ്ത് ദൈവത്തെ, എല്ലാവരും പാപികളാണെന്ന് ബൈബിൾ പറയുന്നു. അതുകൊണ്ട് എല്ലാവരും പാപികളാ. പ്രൈസ് ദി ലോർഡ്. പോയിന്റ് നമ്പർ 1. പക്ഷെ എല്ലാവരും പാപികളാണെങ്കിലും അതിനൊരു ഡിവിഷൻ ഉണ്ട്. എന്താണ്? വലതുവശത്തെ കള്ളനും ഇടതുവശത്തെ കള്ളനും. ഹല്ലേലൂയ. വലതുവശത്തെ കള്ളൻ എന്തു പറഞ്ഞതുകൊണ്ട് രക്ഷപ്പെട്ടു? ഏറ്റു പറഞ്ഞു. എന്തു പറഞ്ഞു? അവിടെ വെച്ചൊന്നും നീ വരുമ്പോൾ എന്നെ ഒന്ന് ഓർക്കണം, അതൊന്നും ആയിരുന്നില്ല പ്രോബ്ലം. യേശു കിടക്കുന്നു, ലെഫ്റ്റിലെ കള്ളൻ പറയുകയാണ്, നീ റിയൽ ഗോഡ് ആണെങ്കിൽ നീ ഇറങ്ങി വന്ന് നിന്നെയും രക്ഷിച്ച് ഞങ്ങളെയും രക്ഷിക്കുക. ഇത് കേട്ടുകൊണ്ട് കിടക്കുന്ന വലതുവശത്തെ കള്ളൻ എന്തു പറഞ്ഞു? കൈ ഇങ്ങനെ കിടക്കുന്ന പാരല് കിടക്കുന്നവൻ കുറച്ച് മുന്നോട്ടാഞ്ഞ്
ഒരു എക്സ്ട്രാ എഫോർട്ട് എടുത്ത് അനങ്ങാൻ പറ്റാത്തവൻ ദൈവത്തോടല്ല സംസാരിച്ചേ. ഹി സ്പോക്ക് ടു ദ അതർ പേഴ്സൺ. എന്തു പറഞ്ഞു? വി ആർ ഡിസേർവ്ഡ്, നമ്മളിത് ഡിസേർവ്ഡ് ആണ്. പക്ഷേ ഇവൻ ഇങ്ങനല്ല, ഇവൻ സത്യമായി ദൈവമാണ് എന്നാരോട് പറഞ്ഞു? ദൈവത്തോടല്ല പറഞ്ഞേ. ദൈവമേ നീ പരിശുദ്ധനാണെന്നും നല്ലവനാണെന്നും എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തോട് പറഞ്ഞതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. ദൈവമേ നീ നല്ലവനാണ് എന്ന് ഞാൻ പറയുക. ദൈവത്തിൻ്റെ നല്ലത് ദൈവത്തിൽ എത്ര ശതമാനം കൂടെ കൂടും? ദൈവത്തിൽ നല്ലത് എത്ര ശതമാനമുണ്ട്? ദൈവത്തിൻ്റെ നല്ലത് ദൈവത്തിൽ എത്ര ശതമാനം? അത് അതുകൊണ്ട് നീ നല്ലവനാണെന്ന് പറയുന്നതുകൊണ്ട് ദൈവം എത്ര ശതമാനം കൂടെ വർദ്ധിക്കും? അവിടെയല്ല വർദ്ധിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവം നല്ലവനാണെന്ന് പറയുമ്പോൾ എൻ്റെ ഉള്ളിലെ ദൈവം വളരുകയും എൻ്റെ ഉള്ളിലെ ഞാൻ കുറയുകയും ചെയ്യണം. നീ വളരുകയും ഞാൻ കുറയുകയും ചെയ്യണം. ഹല്ലേലൂയ. ദൈവം കോൺസ്റ്റന്റാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾക്കിത് മനസ്സിലാണെങ്കിൽ ഇച്ചിരി പ്രയാസമാണ്. ഹല്ലേലൂയ. ഇവൻ അതുകൊണ്ട് പറഞ്ഞത്, അവനോടാ പറഞ്ഞത്, ലോകത്തിലെ ആദ്യ സുവിശേഷവൽക്കരണം അവിടെ നടക്കുക. അവനോട് പറഞ്ഞു നമ്മളിത് ഡിസേർവ്ഡാ. എന്നിട്ടാ പറയാൻ നീ എന്നെ ഓർത്താൽ മതി. അതൊരു കണ്ടീഷൻ പോലെ മാത്രം പറഞ്ഞു. ഹല്ലേലൂയ. സേവ് ചെയ്തത് ഈ വേർഡില്ല. യേശു ദൈവമാണെന്ന് ഹൃദയത്തിൽ വിശ്വസിച്ച് അധരങ്ങൾ കൊണ്ട് അവനെ നോക്കി പ്രഖ്യാപിച്ചു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നിങ്ങളും എന്ത് ചെയ്യണം? ഭർത്താവിനോട്, ഭാര്യയോട്, കുഞ്ഞുങ്ങളോട്, കുടുംബത്തോട്, തലമുറകളോട്, റോഡിൽ, വീടുകളിൽ പ്രഖ്യാപിക്കണം. എന്നാ പ്രഖ്യാപിക്കണം? യേശു ദൈവമാണെന്ന്. ഹല്ലേലൂയ. പക്ഷെ അതിനൊരു പ്രശ്നമുണ്ട്. ദൈവമാണെന്ന് പ്രഖ്യാപിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഹൃദയത്തിൽ യോഹന്നാൻ 17:3 ഒന്നെടുത്തേ. ജോൺ ചാപ്റ്റർ 17:3. ദൈവമേ ഹെൽപ്പ് ചെയ്യണേ. കിട്ടിയോ? ഒന്നേ, ഏക സത്യ ദൈവമായ അവിടുത്തെയും. പോയിന്റ് നമ്പർ 2, നിത്യജീവൻ. സ്വർഗമെന്ന് പറയുന്നത് എന്നതാ? നിത്യജീവൻ എന്ന് വെച്ചാൽ എന്നാ? അത് എങ്ങനെ ലഭിക്കും? യേശുവിനെ അറിയുക. ടു നോ ഗോഡ് ഈസ് ഇറ്റേണൽ ലൈഫ്. പ്രൈസ് ദി ലോർഡ്. സ്വർഗം സ്ഥലമല്ല, സ്വർഗം ഒരു വ്യക്തിയാ. ഹിസ് നെയിം ഈസ് ജീസസ് ക്രൈസ്റ്റ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? നിത്യജീവൻ എന്ന് പറയുക ക്രിസ്തുവിലേക്കുള്ള ലയമാണ്. ക്രിസ്തുവിനെ അറിയണം. ചോദ്യം നമ്പർ 1, ആരാ ക്രിസ്തു? അറിയാമോ? എവിടെ ജനിച്ചു? അപ്പനാര്? അമ്മയാര്? അഡ്രസ് എന്ത്? കൺട്രിയുടെ പേരെന്ത്? വാട്ട് ഈസ് ഹി? ഹൗ ഈസ് ഹി? വാട്ട് ഈസ് ഹിസ് പേർപ്പസ്? ഇതൊക്കെ അറിയാൻ പറ്റുമോ? അറിയുന്നില്ല എങ്കിൽ എന്താ പ്രശ്നം? എന്താ പ്രശ്നം? ഇല്ല, തീർന്നു. പ്രൈസ് ദി ലോർഡ്. നിത്യജീവൻ ഇല്ല. ഹല്ലേലൂയ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ദൈവത്തിന് പ്രിയപ്പെട്ട അനമേ, ക്യാൻസർ ഒന്നുമല്ല വിഷയം, അത് മാറുന്നുമല്ല വിഷയം. പ്രൈസ് ദി ലോർഡ്. ഇന്നലെ കൈ ഉയർത്തി പ്രാർത്ഥിച്ച് പറഞ്ഞ പെൺകുട്ടി, രാത്രി ഞാൻ പോകുന്നു, അവിടെ 12 മണി സമയം ICUവിൽ ഫോൺ വായിപ്പോൾ നേഴ്സ് വീണ്ടും ചെവി വെച്ച് പ്രാർത്ഥിച്ചു. അവളോട് പറഞ്ഞു, സേത ഡെത്താണ്, ബ്രെയിൻ ഡെത്തായിട്ട് കിടക്കുന്ന കുട്ടിയാണ്, നീ കേൾക്കാൻ പറ്റുമെങ്കിൽ കേട്ടുകൊള്ളൂ. ഞങ്ങളിന്ന് ഫോണിൽ കൂടെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുക. നീ മോളെ, നീ ഏറ്റെടുത്ത കുർബാന സത്യമാണെങ്കിൽ, യേശു സത്യമാണെങ്കിൽ എഴുന്നേറ്റ് വാ, 2 കുഞ്ഞുങ്ങൾ വെയിറ്റ് ചെയ്യുന്നു. ഈ ദിവസങ്ങളെല്ലാം എൻ്റെ അകത്തുള്ള ഓർഗൺ ബ്രെയിൻ ഡെത്താണ്, പക്ഷെ ഓർഗൺ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഡോക്ടേഴ്സിന് മിറക്കിൾ, പക്ഷേ ജീവനിലേക്ക് വരുന്നില്ല. ഹല്ലേലൂയ. ദൈവം എന്തോ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ജീവൻ ദൈവത്തിന് ഇഷ്ടമുണ്ടെങ്കിൽ തരട്ടെ എന്ന് പറഞ്ഞ് അവസാനം ഞങ്ങൾ സറണ്ടർ ചെയ്തു. ഹല്ലേലൂയ. യുദ്ധമായത് ചിലതൊക്കെ പിടിച്ചെടുക്കണം. ഹല്ലേലൂയ. ചിലതിനൊക്കെ പിടിച്ചെടുക്കാം, മരണത്തെയൊക്കെ പിടിച്ചെടുക്കാം, മരണത്തിൽ നിന്നൊക്കെ ജീവനെ പിടിച്ചെടുക്കാം, ചില രോഗത്തിൽ നിന്ന് സൗഖ്യം നിങ്ങൾക്ക് പിടിച്ചെടുക്കാം, ചില ക്യാൻസറുകൾ നിങ്ങൾക്ക് മാറിയാം. ഹല്ലേലൂയ. ചില ജോലി നിങ്ങൾക്ക് നേടിയെടുക്കാം. ചിലതൊക്കെ ദൈവം നിങ്ങൾക്കൂടെ അനുവദിച്ച ചോയ്സ് നിങ്ങൾക്ക്. പക്ഷെ ഒറ്റ കാര്യം, നിങ്ങൾ എന്ത് ചെയ്യണം? ഹൃദയത്തിൽ വിശ്വസിച്ച അധരങ്ങൾ കൊണ്ട്. ഇനി ഇംഗ്ലീഷുകാർ പറയുന്ന പേരെന്നാണെന്നറിയാം, ഗോസ്പൽ. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ബൈബിളിന് എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഗുഡ് ന്യൂസ്. ഒരൊറ്റ എണ്ണം തലക്കിട്ട് തരും. ഒന്നുമല്ല, അതിൻ്റെ വേർഡ് നിങ്ങൾ എടുത്തിട്ടോ എങ്ങനെ ഡിവൈഡ് ചെയ്യണം. ഡിവൈഡ് ചെയ്യുമ്പം ഗോ ആൻഡ് സ്പെൽ, പോയി പറയണം. അതാണ് സുവിശേഷം.
നിങ്ങളുടെ കയ്യിൽ ഗോതമ്പ് മണി അകത്ത് വെച്ച് പൂട്ടിക്കെട്ടിയിരുന്നാൽ നിങ്ങൾ നശിച്ചു പോകും. ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനെ, കേരളത്തിൽ ആളില്ലാഞ്ഞിട്ടാണോ ഈ അയർലൻഡിൽ നമ്മളെ കൊണ്ടുവന്നത്? കേരളത്തിൽ ബുദ്ധിയുള്ള വീരന്മാരായ ആളുകൾ ഇല്ലാത്തത് കൊണ്ടാണോ എന്നെ ഇവിടെ എത്തിച്ചത്? ഞാൻ ബ്രില്യന്റും ഇന്റലക്ച്വലും എൻ്റെ IQ ഏറ്റവും ഹയസ്റ്റ് ആയതുകൊണ്ടാണോ ഇവിടെ? ദൈവത്തിന്റെ പ്രിയപ്പെട്ട പൈതലേ, ഈ രാജ്യത്ത് ദൈവത്തെ അറിയിക്കാനാണ് ദൈവം നിങ്ങളെ കൊണ്ടുവന്നത്. ഇന്നലെ സെന്റ് പാട്രിക് ഡേ. 400 പേരെ ചരിത്രത്തിന് നടുവിൽ, ലോകത്തിന് നടുവിൽ മരിച്ചുപോയവരെ ഉയർത്തിയൊരു വ്യക്തിയാണ് സെന്റ് പാട്രിക്. 39 പേരെ സഭ ഡിക്ലെയർ ചെയ്തു ഉയർത്തിയെന്ന്. മരിച്ച് മണ്ണടിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞ 10 വർഷത്തിന് മേളിലുള്ളവരെ പോലും ഇദ്ദേഹം ഉയർത്തിയെന്നാണ് ചരിത്രം പറയുക. ദൈവത്തിന് പ്രിയപ്പെട്ട പൈതലേ, വിശ്വസിക്കുക. ദൈവമെന്ന് പറയുക ആരെന്നറിയുകയാണ് നമ്മുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം. Who is he? 33 വർഷം ബൈബിളിൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ അതും തെറ്റാ. യേശുവിനെ 12 വയസ്സ് വരെ മാത്രമേ ബൈബിൾ ആദ്യം പറയുന്നുള്ളൂ ദേവാലയത്തിൽ സമർപ്പണം. പിന്നെ എപ്പോഴാണ് കേൾക്കാൻ പറ്റുക? 30-ാം വയസ്സിൽ. 12 + 3.5 എത്ര വയസ്സുണ്ട്? 15.5 വർഷ കാലഘട്ടം വെച്ചിട്ട് ആരാണ് ദൈവം, യേശു ആരാണെന്ന് തിരിച്ചറി. അതിനുശേഷമാണ് കൊലപാതകമാണോ, വ്യഭിചാരം മാറ്റണോ, മദ്യപാനം മാറ്റണോ എന്ന് ആലോചിക്കേണ്ടത്. 70-80 വയസ്സിൽ ദൈവത്തോട് ചേരാമെന്ന് കരുതിയാൽ തെറ്റാണ്. അതുകൊണ്ട് ഇന്നത്തെ ദിവസം ദൈവത്തോട് അറിയേണ്ട വലിയൊരു കാര്യം ഈ ഒരു വലിയ സത്യമാണ്. ക്രിസ്തു ആരെന്ന് തിരിച്ചറിയണം. ഹല്ലേലൂയ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഒരു ഹല്ലേലൂയ പറഞ്ഞേ. 1 o'clock കംപ്ലീറ്റ് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ഹല്ലേലൂയ. ഒന്നായ ഇപ്പൊ സമയനേ. ഹല്ലേലൂയ. ഇനി എത്ര മിനിറ്റ് ഉണ്ട് ഒന്നാകാൻ? 10 മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ ജീവിതം മാറ്റാമെങ്കിൽ മാറ്റിക്കോ. ഹല്ലേലൂയ. ഫാസ്റ്റ് ആയിരിക്കണം. ഹല്ലേലൂയ. ബൈബിൾ ഒരു പെട്ടെന്ന് എടുത്തോണം. നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 56-ാം വാക്യം പെട്ടെന്ന് എടുത്തു. 54 തൊട്ട് വായിക്കണം. പെട്ടെന്ന് എടുക്കണം. ഞാൻ എന്നെ തന്നെ മഹത്വപ്പെടുത്തിയാൽ എന്റെ മഹത്വത്തിന് വിലയില്ല. കേട്ടോണേ, യേശു പറഞ്ഞു ഞാൻ എന്നെ കുറിച്ച് പറയുന്നില്ല, പറഞ്ഞാൽ അതിന് വിലയില്ല, അതിന് മഹത്വത്തിന് വിലയില്ല. നെക്സ്റ്റ് ലൈൻ. എന്നാൽ നിങ്ങളുടെ ദൈവമെന്ന് നിങ്ങൾ വിളിക്കുന്ന എന്റെ പിതാവാണ് എന്നെ മഹത്വപ്പെടുത്തുന്നത്. പിതാവ്. എന്നാൽ നിങ്ങൾ അവിടത്തെ അറിഞ്ഞിട്ടില്ല, ഞാനോ അവിടത്തെ അറിയുന്നു. നിങ്ങൾ അവനെ അറിഞ്ഞിട്ടില്ല. യേശുവിനെ അറിയുകയാണ് നിത്യജീവൻ. ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവിതരിക, കാളതിന്റെ ഇടവനെ, കഴുതതിന്റെ യജമാനനെ. പക്ഷെ എൻ്റെ ജനം അറിയുന്നില്ല. പ്രശ്നം, നിങ്ങൾ കുമ്പസാരിക്കാൻ പോകുമ്പോൾ കൊലപാതകം ചെയ്തു, കള്ളം പറഞ്ഞു, അതല്ല പാപം. ലോകത്തിൽ ഒരു പാപമേ ഉള്ളൂ, അത് യേശുവിനെ അറിയാത്തതാണ് പാപം. Can you follow me? ദൈവത്തിന് പ്രിയപ്പെട്ടവനെ, നിങ്ങൾ അറിയാമോ, യേശു നടന്നു വരുമ്പോൾ ഇതാ ലോകത്തിന്റെ പാപങ്ങൾ എന്ന് പറയുന്നില്ല ബൈബിൾ. പാപം സിംഗുലർ വേർഷൻ. എല്ലാരും പാപങ്ങൾ ചെയ്തു, ദൈവതേജസ്സിൽ നിന്ന് അകന്നു എന്ന് പറയുന്നില്ല, പാപം ചെയ്തു. ഇനിയും എന്തിൻ്റെയോ ശമ്പളം മരണം. എന്തിൻ്റെയാ? പാപങ്ങളുടെ അല്ല. ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനെ, പാപത്തിന് ശമ്പളം മരണമാണ്. ഒരു പാപമേ ലോകത്തുള്ളൂ. ആ പാപത്തിന്റെ ബൈ പ്രോഡക്റ്റ് ആണ് മറ്റുള്ള എല്ലാ പാപവും. ക്രിസ്തുവിനെ ധിക്കരിക്കുന്നവൻ വ്യഭിചരിക്കും, മദ്യപിക്കും, എല്ലാം ചെയ്യും. ക്രിസ്തുവിനെ അറിയുന്നവൻ എൻ്റെ ദൈവത്തിന് ഇത് ഇഷ്ടമല്ല എന്ന് കരുതി ഒന്നിലും ചെന്ന് പെടത്തില്ല. Can you follow me? അതുകൊണ്ട് അറിയുക, യേശുവിനെ അറിയുക. പാപം എന്ന് പറയുക ക്രിസ്തുവിനെ അറിയുകയാണ്. ഹല്ലേലൂയ. അറിയാതെ പോകലാണ്. ഹല്ലേലൂയ. 8-ാം അധ്യായം 24-ാം വാക്യം ഒന്ന് തിരിച്ചു വന്ന് വായിച്ചേ. യോഹന്നാൻ 8:24. നിങ്ങൾ അറിയുന്നില്ല. കർത്താവേ, സ്പീഡ് എടുക്കണേ. എന്നാ? നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. എപ്പോഴാ? ഞാൻ, കേട്ടോണേ, യേശു പറയാണേ, ഞാൻ തന്നെയെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. Can you follow me? I am who I am എന്ന് നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നില്ലെങ്കിൽ തീർന്നു. You have to know
നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം, എൻ്റെ ഞാനാകുന്ന ഐഡന്റിറ്റി, എൻ്റെ എൻ്റെ അകം, എൻ്റെ ഇന്നിലുള്ള പേഴ്സണാലിറ്റി എന്തെന്ന് തിരിച്ചറിയുന്നില്ലെങ്കിൽ മരിക്കും. ഇനി 8-ാം അധ്യായം 55-ാം വാക്യം വായിക്കാം. ഓക്കെ, ദൈവം മഹത്വപ്പെടുത്തണം. നെക്സ്റ്റ് ലൈൻ. ആമേൻ. നുണയനാകും. നെക്സ്റ്റ് ലൈൻ ചെയ്യുന്നു. നെക്സ്റ്റ് ലൈൻ. എന്റെ ദിവസം കാണാമെന്ന പ്രതീക്ഷയിൽ നിങ്ങളുടെ പിതാവായ അബ്രഹാം ആനന്ദിച്ചു. എന്റെ ദിവസം കാണാമെന്ന് കരുതി നിങ്ങളുടെ പിതാവ് ആനന്ദിച്ചു. ആരാ പിതാവ്? അബ്രഹാം. അടുത്ത ലൈൻ കേട്ടോണേ. അവൻ അത് കാണുകയും സന്തോഷിക്കുകയും ചെയ്തു. ആര് കണ്ടു? അബ്രഹാം. എങ്ങനെ യേശുവിനെ കണ്ടേ? ക്രിസ്തു ജനിക്കുന്നത് 2000 വർഷങ്ങൾക്ക് മുമ്പ്. അതിന് ഓൾമോസ്റ്റ് 4000 ഇയേഴ്സ് ബാക്കിലാണ്, 4000 വർഷങ്ങൾക്ക് ബാക്കിലാണ് ആര് ജനിക്കുക? എബ്രഹാം. ജൂയിഷ് കൾച്ചർ വരിക, ആദ്യ യഹൂദൻ എന്ന് പറയുക എബ്രഹാമാ. ലോക ചരിത്രത്തിൽ ആദ്യ യഹൂദൻ. അവൻ ജനിക്കുന്നത് 4000 വർഷം ബാക്കിൽ. അവന് തൊട്ടു മുമ്പ് യേശു എങ്ങനെയാണ് യേശുവിനെ ഈ അബ്രഹാം കണ്ടത്? അടുത്ത ലൈൻ കേട്ടോണം. അപ്പോൾ യഹൂദർ പറഞ്ഞു, നിനക്ക് ഇനിയും 50 വയസ്സായിട്ടില്ല, എന്നിട്ട് നീ അബ്രഹാമിനെ കണ്ടുവോ? അപ്പം നമ്മളാണ് നോർമൽ ചോദിക്കുന്ന ചോദ്യം, 33 വയസ്സുള്ള ചെറുപ്പക്കാരന്റെ ഭ്രാന്ത് 50 പോലും ആയിട്ടില്ല, നീ അവനെ കണ്ടെന്ന് പറയുന്നു. ഇങ്ങനെ പറയുന്നത്, നിന്റെ പിതാവായ അബ്രഹാം എന്റെ ദിവസം കാണാമെന്ന് കരുതി ആനന്ദിച്ചു എന്നാണ് ബൈബിൾ പറയുക. എന്നിട്ട് അടുത്ത വാക്ക് പറയുന്നത്, അവർ കണ്ടായിരുന്നോ? യേശു പറഞ്ഞു, സത്യം 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 സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എബ്രഹാം ഉണ്ടാകുന്നതിന് മുമ്പ് ഞാനുണ്ട്. എന്താ ഉണ്ട്? ഇംഗ്ലീഷ് ബൈബിളിൽ ഇങ്ങനെയാണ് പറയുക. ഇംഗ്ലീഷ് ബൈബിൾ അനുസരിച്ച് ഒരു ഗ്രാമാറ്റിക്കൽ എറർ ഉള്ള ഒരു സെന്റൻസ് ഈ ബൈബിളിലുണ്ട്. അതിങ്ങനെയാ പറയുക, ബിഫോർ അബ്രഹാം എന്താ വായിച്ചു? അതിനെന്താ പറയണേ? ബിഫോർ എബ്രഹാം ഐ ആം. എൻ്റെ 2000 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഉണ്ട് എന്ന് പറയുമ്പോൾ ബിഫോർ എബ്രഹാം ഐ ആം ആണോ പറയണ്ടേ? ഐ വാസ് ആണോ പറയണ്ടേ? വാസ, ആയിരുന്നു, ഉണ്ടായ എന്നാ പറയേണ്ടത്. പക്ഷേ ഇവിടെ ബൈബിൾ പറയുന്നു ബിഫോർ എബ്രഹാം ഐ ആം. പ്രസന്റ് ആയിട്ട് തന്നെ പറയുന്നു, അബ്രഹാമിന് മുമ്പ് ഞാൻ ഉണ്ട്. നമ്മൾ കാണുന്ന ആളല്ല യേശു. പ്രൈസ് ദി ലോർഡ്. അടുത്ത വാക്ക് വായിച്ചോ. അപ്പോൾ അവർ അവനെ എറിയാൻ കല്ലുകൾ എടുത്തു. കല്ലുകൾ. എന്നാൽ യേശു അവരിൽ നിന്ന് മറഞ്ഞ് ദേവാലയത്തിൽ നിന്ന് പുറത്തുപോയി. അവിടുന്ന് എന്ത് ചെയ്തു? യേശു അങ്ങനെ പോയി, ദേവാലയത്തിന് പുറത്ത് അങ്ങനെ പോയി. ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനേ, ഹ്യൂമൻ വേയിൽ നിൽക്കുന്ന ദൈവം തന്റെ മനുഷ്യത്വത്തിൽ നിന്ന് ദൈവത്വം എക്സ്പ്രസ് ചെയ്തു. ഡിസപ്പിയർ, മറഞ്ഞു, കണ്ണിൽ കാണാൻ പറ്റിയില്ല. എറിയാൻ എടുത്ത കല്ലുകൾ എവിടെ എറിയണമെന്നറിയാതെ ദേവാലയത്തിന് വെളിയിലെത്തിയവൻ. ഡിവിനിറ്റി ഓഫ് ക്രൈസ്റ്റ്, ദൈവത്വം. യേശു എന്ന് പറയുക പകുതി മനുഷ്യനും പകുതി ദൈവവും അല്ല. 100% ഗോഡും 100% മനുഷ്യനുമാണ് ദൈവം. ഹല്ലേലൂയ. എന്താ ലാസറിന്റെ മുന്നിൽ, ശവകുടീരത്തിന് മുന്നിൽ ഒറ്റ കരച്ചിൽ. അതേസമയം കണ്ണീര് തുടച്ചിട്ട് ലാസറെ പുറത്തു വാ. ഒരു സൈഡിൽ മനുഷ്യൻ, മറു സൈഡിൽ 100% ഗോഡ്, മരണത്തിൽ നിന്ന് തിരികെ എടുക്കുന്നവൻ. നമ്മൾ വിശ്വസിക്കേണ്ടത് ഞാൻ തന്നെയെന്ന്. മനുഷ്യപുത്രൻ ദൈവപുത്രനാണെന്ന് തിരിച്ചറിയുന്നില്ല എങ്കിൽ നീ നിന്റെ പാപത്തിൽ മരിക്കും. യേശുവാന്ന് പറഞ്ഞ് ഇവിടെ കിടന്ന് ഓടിയിട്ട് വലിയ ഒരു ഗുണമൊന്നുമില്ല. ക്രിസ്തുവിന് വേണ്ടി ഓടുക എന്ന് പറഞ്ഞ് ക്രിസ്തു ലാസറിനെ ഉറപ്പിച്ചു, കണ്ണു തുറന്നു. ഇവിടെ കിടന്നുള്ള ഈ പരിപാടിക്ക് കാരണമില്ല. ഇതിന്റെ അകത്തേക്ക് പോകണം. എന്താണ് ദൈവം? ആരാണ് യേശു? ക്രിസ്തു എന്തെന്ന് തിരിച്ചറിയാതെ ഇന്നത്തെ ധ്യാനങ്ങളൊന്നും എന്താണ് നമ്മുടെ അകത്ത് തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഞാൻ എൻ്റെ ലൈഫാണ് നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യുന്നത്. വളരെ കഷ്ടമായി ജീവിതം. യേശു ആരെന്ന് തിരിച്ചറിയാതുള്ളൊരു യാത്ര. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അബ്രഹാമിന് മുമ്പ് അബ്രഹാം എന്നെ കാണാമെന്ന് കരുതി കാത്തിരുന്നു, അവൻ കാണുകയും ചെയ്തു എന്ന് യേശു പറയുന്നു. അബ്രഹാം കണ്ടോ യേശുവിനെ? ഉൽപ്പത്തി 14 എടുത്തേ, ആദ്യത്തെ പുസ്തകത്തിലേക്ക് പോകും.
ഫാസ്റ്റായിട്ട് 5 മിനിറ്റ് കൊണ്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഫാസ്റ്റ്. കർത്താവേ എനിക്ക് കൺട്രോൾ തരണേ. ഹല്ലേലൂയ. പെട്ടെന്ന് എടുത്തു. ഉൽപ്പത്തി 14 വാക്യം തുടർന്ന് വായിച്ചോ. ഹെഡിങ് അത് വായിച്ചോ. എന്താ? കേതോ ലാവോമോറ. ഇവിടെ നാക്ക് പിടിക്കല്ലേ. കൂടെ ഉണ്ടായിരുന്ന രാജാക്കന്മാരെയും തോൽപ്പിച്ച് മടങ്ങി വന്ന അബ്രഹാമിനെ എതിരേൽക്കാൻ സോദോം രാജാവിന്റെ താഴ്വര എന്നറിയപ്പെടുന്ന ഷാവെ താഴ്വരയിലേക്ക് ചെന്നു. ഇവിടെ ഒരു വലിയ സംഭവമുണ്ട്. അബ്രഹാമിന്റെ കാര്യമാണ് പറയണേ. അബ്രഹാമിന്റെ കൂടെ ഒരാളുണ്ടായിരുന്നു. പുള്ളിയുടെ പേരെന്താണ്? അബ്രഹാമിന് 2 ചേട്ടന്മാരുണ്ടായിരുന്നേ, നാഹോറും ഹാരാനും. അതിനകത്ത് ഒരാൾ പെട്ടെന്ന് അറ്റാക്ക് വന്ന് മരിച്ചു. അപ്പോൾ തന്നെ ഒരു മോനും ഉണ്ടായി. പേരാണ് ലോത്ത്. അബ്രഹാം ഭയങ്കര സിമ്പതിയായിരുന്നു. അപ്പോൾ ഇവനെ കൂട്ടി, സ്വന്തം മക്കളില്ലല്ലോ, അപ്പം ഒരു എക്സ്ട്രാ ഓർഡിനറി അഡോപ്ഷൻ പോലെ ഇവനെ കൂട്ടിയാണ് നടന്നേ. പക്ഷെ കർത്താവ് പറഞ്ഞതാ, നീ ഇവിടെ എല്ലാം വിട്ടു പോകുമ്പം പിതൃഭവനത്തെ ചാർച്ചക്കാരെ ബന്ധുക്കളെ കൂട്ടരുതെന്ന് പറഞ്ഞു. പക്ഷേ അബ്രഹാം കൂട്ടിക്കൊണ്ടാണ് പോയത്. അതിൻ്റെ പണി അബ്രഹാമിന് കിട്ടുകയും ചെയ്തു. ഉപ്പുതൂണാകുന്ന സംഭവങ്ങളൊക്കെ ബൈബിളിൽ വരുന്നുണ്ട്. ഹല്ലേലൂയ. ലോത്തിനെ എന്ത് ചെയ്തെന്നറിയോ? രാജാവ് തട്ടിക്കൊണ്ടുപോയി. അങ്ങനെ ആരോ വന്ന് പറഞ്ഞു, നിന്റെ സഹോദരപുത്രനെ തട്ടിക്കൊണ്ടുപോയി പിടിച്ചോണ്ട് വരാൻ. അങ്ങനെ അബ്രഹാം പോയി യുദ്ധം ചെയ്ത് അവരെ തോപ്പിച്ച്, കേദോലോമരെയൊക്കെ തോപ്പിച്ച് തിരികെ ലോത്തിരിയുമായി വരുമ്പോൾ ഷാവേ എന്ന് പറയുന്ന ഒരു താഴ്വരയിൽ സോദോം, അവിടെ ഒരു രാജാവ്, ഷാലോം എന്ന് പറയുന്ന ഒരു രാജാവ് അവിടെ വന്നു. വായിച്ചോ. ശാലോം രാജാവായ മെൽക്കിസദേക്ക് അപ്പവും വീഞ്ഞും കൊണ്ടുവന്നു. ആര് കൊണ്ടുവന്നു? മെൽക്കിസദേക്ക്. ആരാ? ഏത് രാജാവാ അത്? ഷാലോം രാജാവ്. വീണ്ടും വായിച്ചോ. അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനായിരുന്നു അവൻ. അവൻ അബ്രഹാമിനെ ആശീർവദിച്ചുകൊണ്ട് പറഞ്ഞു, ആകാശത്തിന്റെയും ഭൂമിയുടെയും നാഥനായ അത്യുന്നതനായ ദൈവത്തിന്റെ കൃപാകടാക്ഷം നിന്റെ മേലുണ്ടാകട്ടെ. ശത്രുക്കളെ നിന്റെ കയ്യിലേൽപ്പിച്ച അത്യുന്നതനായ ദൈവം അനുഗ്രഹീതൻ. അബ്രഹാം എല്ലാറ്റിന്റെയും ദശാംശം അവന് കൊടുത്തു. ദശാംശം ചരിത്രത്തിൽ ആദ്യമായി ദശാംശം വരുന്നത് ഇവിടെയാ. ദശാംശം എന്ന് പറഞ്ഞാൽ 10. അന്ന് തൊട്ടാണ് ദശാംശം തുടങ്ങിയത്. ഇന്നുണ്ടോ ഇത്? ഉണ്ട്. ഇന്ന് ദശാംശമില്ല. സോദോം പഴയ നിയമത്തിലാണ് ദശാംശം, പുതിയ നിയമത്തിൽ ദശാംശമില്ല. ഇന്ന് തന്നെ ഉള്ളേ. ഒന്ന് മാറിയാൽ ഒന്ന് വരണം. ഇന്ന് തന്നെ ഉള്ളേ. ദൈവത്തിന് കൊടുക്കുന്നുള്ള ദശാംശം അത് 10%. അത് പഴയ നിയമത്തിലാണ് അബ്രഹാം ഇൻട്രൊഡ്യൂസ് ചെയ്തത്, അനുഗ്രഹം കിട്ടാൻ വേണ്ടി. പുതിയ നിയമത്തിൽ ദശാംശമേ ഇല്ല. പുതിയ നിയമത്തിൽ എന്താ ഉള്ളത്? എവിടെയാണ് കൊടുക്കുന്നത്? എവിടെയെങ്കിലും ഉണ്ടോ? പുതിയ നിയമത്തിൽ വിധവയുടെ കാണിക്കുക. വിധവ എന്ത് ചെയ്തു? 100% ആയിരുന്നു. ന്യൂ ടെസ്റ്റമെന്റിൽ ദശാംശം അല്ലുള്ളത്, 100% ആണെന്ന് തിരിച്ചറിയുക. ഹല്ലേലൂയ. ന്യൂ ടെസ്റ്റമെന്റിൽ പഴയ നിയമത്തിൽ ദശാംശം, പുതിയ നിയമത്തിൽ ദശാംശമേ ഇല്ല, കൊടുക്കുകയേ വേണ്ട. പക്ഷെ പുതിയ നിയമത്തിൽ മുഴുവൻ കൊടുക്കണം. വീട് കൊടുക്കണം, കുഞ്ഞുങ്ങളെ കൊടുക്കണം, സ്വത്ത് കൊടുക്കണം, എല്ലാം ദൈവത്തിന് വേണ്ടി മാറ്റി വെക്കണം. ഹല്ലേലൂയ. അരിക്കലം മേടിച്ച ഇന്ന് തിരുമേനി വീട്ടിൽ വരുമോ? ഒരാൾക്കൂടുള്ള അരി ഇടാൻ പറ്റുമോ എന്നുള്ള കലമേ മേടിക്കാവുള്ളൂ. തവി മേടിക്കുമ്പോൾ അരി മേടിക്കും. എല്ലാത്തിനും ദൈവത്തിന് വേണ്ടി കൊടുക്കുന്നതായി മാറണം. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതം ദൈവത്തിന് വേണ്ടി മാറ്റി വെക്ക്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ചുമ്മാ ഇവിടെ അയർലൻഡിൽ ജോലി തേടി വന്നാന്ന്? അല്ല, നിങ്ങൾ മൈഗ്രന്റ് കമ്മ്യൂണിറ്റിയെ സ്റ്റാൻഡ് ഫോർ ഗോഡ്, ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ കൊണ്ടുവന്നാ നിങ്ങളെ. ഇവിടെ നിങ്ങൾ തീപ്പൊരിയാകണം. നിങ്ങളുടെ സഭയെ നിങ്ങൾ ഇവിടെ പടുത്തുയർത്തണം. ഇവിടെ തൂത്തുട്ടി പോലെ ധ്യാന കേന്ദ്രം ഉണ്ടാകണം. ദൈവത്തെ അറിയിക്കണം. നിങ്ങൾ ഗോ ആൻഡ് സ്പെൽ ഗോസ്പൽ, പോയി പറയണം യേശു ജീവിക്കുന്ന ദൈവമാണെന്ന്. ഹല്ലേലൂയ. ഒരു ഹല്ലേലൂയ പറഞ്ഞോ. അബ്രഹാം എല്ലാത്തിനും ദശാംശം കൊടുത്തു. അടുത്ത ലൈൻ. ഹല്ലേലൂയ. സോദോം രാജാവ് അബ്രഹാമിനോട് പറഞ്ഞു, ആളുകളെ എനിക്ക് വിട്ടുതരിക, സമ്പത്തെല്ലാം നീ എടുത്തുകൊള്ളുക. അബ്രഹാം സോദോം രാജാവിനോട് പറഞ്ഞു, ഞാൻ കർത്താവിന്റെ മുമ്പിൽ ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവായ. അങ്ങനെ അനുഗ്രഹിക്കുകയാണ്. ആരെ അനുഗ്രഹിച്ചു? ഇവിടെ ആരെ അനുഗ്രഹിച്ചു? മെൽക്കിസദേക്ക് ആരെ അനുഗ്രഹിച്ചു? അബ്രഹാമിനെ. ഹല്ലേലൂയ. നമുക്കിതെല്ലാം വിടാം. നേരെ ഹെബ്രായരുടെ പുസ്തകം 7-ാം അധ്യായം, ഹീബ്രൂസ് ചാപ്റ്റർ 7 ഫാസ്റ്റായിട്ട് എടുത്തോണം. ഈ സംഭവത്തെക്കുറിച്ച് പൗലോസ് ശ്ലീഹ വളരെ വ്യക്തമായി ബൈബിളിൽ എഴുതുന്നു. അതിൻ്റെ അകത്തൊരു വാക്ക് പറയുന്നുണ്ട്. 7-ാം അധ്യായം, ഞാൻ തീർക്കുകയാണ്, ഒറ്റ സെക്കൻഡ് എടുത്തോ. 7-ാം അധ്യായം 1-ാം വാക്യം തൊട്ട് വായിച്ചോ. രാജാക്കന്മാരെ വിധിച്ചതല്ല വധിച്ച് ശേഷം മടങ്ങി വന്ന അബ്രാഹാത്തെ കണ്ടപ്പോൾ സലേമിന്റെ രാജാവും അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനുമായ മെൽക്കിസദേക്ക് അവനെ അനുഗ്രഹിച്ചു.
ഏത് രാജാവ്? സലേമിന്റെ രാജാവ് മെൽക്കിസദേക്ക് അബ്രഹാത്തെ അനുഗ്രഹിച്ചു. നെക്സ്റ്റ് ലൈൻ. സകലത്തിന്റെയും ദശാംശം അബ്രഹാം അവന് നൽകി. അവന്റെ പേരിന് ഒന്നാമത് തീയതിയുടെ രാജാവെന്നും രണ്ടാമത് സലോമിന്റെ സമാധാനത്തിന്റെ രാജാവെന്നും. 2 പേരവനുണ്ട്. ഒന്ന് നീതി, അവന്റെ രാജ്യത്തിന്റെ പേരെന്താ? നീതി. രണ്ടാമതെന്നാ? ഷാലോം, ജഹോവ ഷാലോം, ഷാലോം TV, സമാധാനം. അതാണ് ആ രാജ്യത്തിന്റെ അടുത്ത പേര്. 2ന്റെയും കൂടെ പേരാണ് അവനുള്ളത്, മെൽക്കിസദേക്ക്. അടുത്ത ലൈൻ. അവന് പിതാവോ മാതാവോ വംശപാരമ്പര്യമോ ഇല്ല. അപ്പനില്ല മെൽക്കിസദേക്കിന്, അമ്മയില്ല, വംശപരമ്പരയില്ല, മക്കളുമില്ല. കേട്ടോണം അടുത്ത ലൈനൂടെ. തുടക്കവും ഇല്ല, ആൽഫ ഒമേഗ, അവസാനവുമില്ല, ബിഗിനിങ്ങും ഇല്ല, എൻഡും ഇല്ല അവന്. അടുത്ത ലൈൻ. ദൈവപുത്രന് സദൃശ്യനായ അവൻ എന്നേക്കും പുരോഹിതനാണ്. ഹല്ലേലൂയ. അബ്രഹാമിനെ അനുഗ്രഹിച്ച് മുമ്പിൽ വന്ന മെൽക്കിസദേക്ക് ആരാണ് അപ്പോൾ? ദൈവപുത്രൻ. ദൈവപുത്രൻ ആരാണ്? യേശു. അതാണ് യേശു പറഞ്ഞത്, നിങ്ങളുടെ പിതാവായ അബ്രഹാം എൻ്റെ ദിവസം കാണാമെന്ന് കരുതി ആനന്ദിച്ചു, അവനത് കാണുകയും ചെയ്തു എന്ന് യേശു മെൽക്കിസദേക്കായി വന്ന സംഭവത്തെയാണ് ഇവിടെ വ്യക്തമാക്കുക. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനെ, നിങ്ങൾ വിശ്വസിക്കുന്ന യേശു വെറും മനുഷ്യനല്ല, ദൈവമാണ്. അവനിൽ ആരംഭമില്ല, അവസാനമില്ല, മക്കളില്ല, അപ്പനില്ല, അമ്മയില്ല, തുടക്കമില്ല, ഒടുക്കമില്ല. സകലത്തിൻ്റെയും മുകളിൽ നിൽക്കുന്നവൻ, സമസ്തവും അവനിലൂടെ ഉണ്ടായി. അവനെ കൂടാതെ ഒന്നും സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് യേശു എന്ന് പറയുക യേശുവല്ല, യേശു എന്ന് പറയുന്നത് ക്രിസ്തുവല്ല. യേശു ക്രിസ്തു എന്ന് പറയുന്നത് എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടും, യേശു മാത്രം കർത്താവെന്ന്. ദ ഗോഡ്, ദൈവം. ലോകത്തിൽ യേശുവിനപ്പുറം ഒരു ദൈവമോ ദൈവ സാന്നിധ്യവുമില്ല. യേശുവിനെ അറിയാത്തതാണ് പാപം. നിങ്ങൾ പോയി കുമ്പസാരികൾ പറയേണ്ടത് നുള്ളിപ്പറിച്ചു, മുട്ടുകുത്തി, അവിടെ മാന്തി, ഭാര്യയെ കണ്ണുരുക്കി കാണിച്ചു, ഇതൊന്നും അല്ല പറയണ്ടേ. നിങ്ങൾ പറയേണ്ടത്, നിങ്ങൾ എവിടെയാണ് യേശുവിനെ അറിയാതെ പോയത്? യേശുവിനെ അറിയാത്ത മേഖല എന്തുണ്ടോ അവിടെ ചെന്ന് പറയുക, ഞാൻ അന്ന് യേശുവിനെ അറിയാൻ ശ്രമിച്ചില്ല, ഇന്ന് എനിക്കറിയത്തില്ല. ഇത് നിങ്ങൾ ദൈവത്തിൻ്റെ മുന്നിൽ മുട്ടുകുത്തി പറയാൻ പറ്റുമെങ്കിൽ ദൈവം നിങ്ങൾക്ക് കൈപിടിക്കും. നിങ്ങൾക്കൊരു വലിയ രാജ്യത്തിൻ്റെ വിസ എഴുതി തരും. യേശു ദൈവമാണെന്ന് ഹൃദയത്തിൽ വിശ്വസിച്ച് ആദരങ്ങൾ കൊണ്ട് പ്രഖ്യാപിക്കണം. അത് ഈ സ്റ്റേജിൽ നിന്നിട്ടൊന്നും പ്രഖ്യാപിച്ചിട്ട് കാര്യമില്ല. ധൈര്യമുണ്ടെങ്കിൽ ഈ തണുപ്പേറിയ ഈ ഒരു രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വേദനിക്കുന്ന, ക്യാൻസർ പിടിച്ച രോഗിയായിരിക്കുന്ന വീടുകളിൽ ചെന്ന് നിന്റെ പെങ്ങളോട്, നിന്റെ ചേച്ചിയോട്, നിന്റെ സഹോദരനോട്, സുഹൃത്തിനോട്, ഫ്രണ്ടിനോട് ഒക്കെ പറയണം, നീ വിഷമിക്കണ്ട, യേശു ജീവിക്കുന്ന ദൈവമാണെന്ന്. ദൈവം നിങ്ങളെ ഉയർത്തും. ഒരു കണ്ണടച്ച ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ദൈവം, യേശു. കണ്ണുകളടച്ച് കൈകൾ രണ്ടും മാറോട് ചേർത്ത് പിടിച്ച് ഒരു കാര്യം ഏറ്റു പറയുക, എൻ്റെ യേശുവേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. യേശുവല്ലാതെ മറ്റൊരു ദൈവം എനിക്കില്ല. ഇന്നു മുതൽ മരണം വരെ എൻ്റെ എല്ലാ ജീവിതവും യേശുവിനായി സമർപ്പിക്കുന്നു. അബ്രഹാമിന് മുമ്പ് ജീവിച്ച ജീവനായ യേശുവേ, നീ സത്യദൈവമാണെന്ന് അധരങ്ങൾ കൊണ്ട് ഞാൻ പ്രഖ്യാപിക്കുന്നു. എനിക്കായി ഒരുക്കി വച്ച വാസസ്ഥലം ഈ സെക്കൻഡിൽ ഞാൻ എഴുതിയെടുക്കുന്നു. കാരണം ഞാൻ അറിയുന്നു എൻ്റെ യേശു ജീവിക്കുന്ന ദൈവമാണെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ണുകളടച്ച് ഒരു സെക്കൻഡ് കൂടെ. എൻ്റെ ദൈവത്തിൻ്റെ വലിയ ശക്തിയാൽ ഈ മക്കളുടെ അകത്തേക്ക് ഈ ദൈവിക ശക്തി ഒഴുകട്ടെ. യേശുവിൻ്റെ ദൈവത്വം കടന്നു വന്ന് പാപമെന്തെന്ന് തിരിച്ചറിഞ്ഞ് ഈ ഒരു സഭയ്ക്ക് വേണ്ടി, ഞങ്ങളുടെ യാക്കോബ് സഭ ഈ അയർലൻഡിൽ വലിയ, കർത്താവേ, ഒരു വലിയ തീജ്വാല പോലെ ഇവിടെ കത്തിപ്പടർന്നുകൊണ്ട്, ദൈവമേ, ഈ ഒരു ധ്യാനം ഈ ഒരു രാജ്യത്തിന്റെ മുക്കിലും മൂലയിലും ഒരു തീജ്വാലയാക്കി മാറ്റണമേ. പുതിയ വഴികൾ തുറക്കണമേ. ഇതിന് മുൻകൈയെടുത്ത് എല്ലാവരും അനുഗ്രഹമാകണമേ. തിരുമേനിയുടെ മേൽ കർത്താവേ ഇരട്ടിപ്പങ്ക് എലീശയ്ക്ക് കൊടുത്തതുപോലെ കൊടുത്തുകൊണ്ട് ലോകത്തെ കീഴ്മേൽ മറിക്കുന്ന പ്രവാചകനാക്കി മാറ്റണമേ പിതാവേ. നിന്റെ മേൽ ദൈവത്തിൻ്റെ കർത്താവേ ശക്തി ഒഴുകണമെന്ന് ഓരോ വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട്, കർത്താവേ, രോഗം മാറട്ടെ,
ആരുടെയോ നട്ടിലിൻ്റെ ഡിസ്കിലുള്ള ഒരു പ്രോബ്ലത്തെ കർത്താവ് എടുത്തു മാറ്റുന്നതായിട്ട് കാണിക്കുന്നു. നിങ്ങളെ ദൈവം സൗഖ്യപ്പെടുത്തുന്നുണ്ട്. ഇന്ന് ആരാധനയോടുകൂടി കംപ്ലീറ്റ് ദൈവം എടുത്തു മാറ്റും. അതുപോലെ ഒരു കുഞ്ഞിന് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരാളും ഇവിടെ ഉണ്ട്. നിങ്ങളുടെ ഉദരം ദൈവം തുറക്കുന്നു. യു ആർ ഗോയിങ് ടു ഗെറ്റ് എ ബ്യൂട്ടിഫുൾ ചൈൽഡ് വിത്തിൻ ദ ഷോർട്ട് ടൈം ഇൻ യുവർ ലൈഫ്. കർത്താവിന് നന്ദി പറയുക. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞ് ശുദ്ധിമതിയായ മറിയത്തിനും കർത്താവിൻ്റെ നാമത്തിൽ നന്ദി പറഞ്ഞുകൊണ്ട് യേശു എന്ന നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എന്താണ് പാപം? യേശുവിനെ അറിയാത്തതാണ് പാപം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് തൊട്ട് അറിയാൻ ശ്രമിക്കണം. അറിയണമെങ്കിൽ അവിടെ ഇവിടെ അറിയാൻ പറ്റില്ല, ബൈബിൾ എടുത്ത് വായിച്ചു തുടങ്ങണം. ഹല്ലേലൂയ. ഇന്നലെ തിരുമേനി പറഞ്ഞില്ലേ, ജീവവൃക്ഷം അതേന്ന് പറിക്കാത്ത പ്രശ്നം, പറിച്ചതല്ല പ്രശ്നം, പറിക്കാതിരുന്ന പ്രശ്നം. ജീവവൃക്ഷം, ജീവൻ്റെ വൃക്ഷം, ജീവൻ തരുന്ന യോഹന്നാൻ 10:10 ജീവൻ ഉണ്ടാകാൻ സംബന്ധം അത് യേശു ക്രിസ്തുവിനെ പറിക്കുക. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.